Praise the Lord. ദൈവത്തിന്റെ മഹത്വം. കർത്തരുടെ നാമം മഹിമപ്പെടുവதாக. കർത്താവിന്റെ മഹത്വമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. I thank the Lord for this wonderful opportunity. ഇപ്രകാരം ഒരു സാഹചര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിനെ നന്ദി പറയുന്നു. Yesterday we talked about repentance. ഇന്നലെ നാം മാനസാന്തരത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. മനം തിരുമ്പുതൽ മിகவும் മുഖ്യமான ഒരു കാര്യം. മാനസാന്തരം അത്യന്തം അപേക്ഷിതമായ ഒരു കാര്യമാണ്. മനം തിരുമ്പുതലെ കുറിച്ച് ശരിயான വാർത്തയെ നേറ്റേ ദിനത്തിലെ ധ്യാനിക്ക കർത്തർ ഉദവി ചെയ്താർ. ഇന്നലെ സ്വർഗത്തിലെ ദൈവം മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സ്വർഗ ദൈവം നമ്മെ സഹായിച്ചു. മനം തിരുമ്പുതൽ എன்கிற സുവിശേഷം ഉലകം മുഴുവതും കേൾക്ക വേണ്ടിയ സുവിശേഷം. മാനസാന്തരം എന്ന സുവിശേഷം ലോകമെമ്പാടും കേൾക്കേണ്ട സുവിശേഷമാണ്. മനதை ശുദ്ധീകരിക്കുന്ന സുവിശേഷം. അത് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന സുവിശേഷമാണ്. മനதை പരിശുദ്ധമാക്കുന്ന സുവിശേഷം. അത് മനസ്സിനെ വിശുദ്ധീകരിക്കുന്ന സുവിശേഷമാണ്. இந்த சுவிசேஷம் உலகம் முழுவதும் எல்லாரும் கேட்க வேண்டிய சுவிசேஷம். ഈ സുവിശേഷം ലോകമെമ്പാടുമുള്ള ആളുകൾ കേൾക്കേണ്ടതാണ്. அந்த சுவிசேஷத்தை வேறு யாரும் அறிவிக்கவில்லை. நசனாயிருக்கிற இயேசு கிறிஸ்து ஒருவரே அந்த சுவிசேஷத்தை சொல்லி இருக்கிறார். ഈ ലോകത്തിൽ മറ്റാരുമല്ല മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നസറായ യേശു കർത്താവാണ് മാനസാന്തരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. நம்முடைய மனம் எப்படிப்பட்டதாயிருக்கிறது? നമ്മുടെ മനസ്സ് എപ്രകാരമായിരിക്കുന്നു? நம்முடைய மனதில் என்ன உருவாகிறது? നമ്മുടെ മനസ്സിൽ എങ്ങനെയുള്ള ചിന്തകളാണ് ഉരുവാകുന്നത്? நம்முடைய மனதில் சிந்தைகள் உருவாகிறது. നമ്മുടെ മനസ്സിന്റെ അകത്ത് പല ചിന്തകൾ ഉളവാകാറുണ്ട്. நம்முடைய மனதில் உணர்வுகள் உருவாகிறது. നമ്മുടെ മനസ്സിന്റെ അകത്ത് പലവിധമായ വികാരങ്ങൾ ഉണ്ടാകാറുണ്ട്. நம்முடைய மனதில் அறிவுகள் உண்டாகிறது. നമ്മുടെ മനസ്സിൽ പലവിധമായ അറിവുകൾ വരാറുണ്ട്. நம்முடைய மனதில் சுபாவங்கள் உருவாகிறது என்று சொல்லி നമ്മുടെ മനസ്സിൽ പലവിധമായ സ്വഭാവങ്ങൾ ഉളവാകുന്നു എന്നതിനെ കുറിച്ച് നേറ്റയ്ക്ക് നാം ധ്യാനിத்தோம். ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നു. ஆனால் இந்த உணர்வுகளும் சுபாவங்களும் அறிவுகளும் പാപത്താൽ നിറയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ വികാരങ്ങളും ചിന്തകളും സ്വഭാവങ്ങളും ഒക്കെ പാപത്താൽ നിറഞ്ഞിരിക്കുന്നു. இந்த சிந்தைகளில் இல்லை என்றால் மனதுக்குள்ளே பாவமானது கற்பம் தரிக்கப்பட்டு அது கிரியைகளாக வெளிப்படுகிறது. മനസ്സിന്റെ അകത്ത് പാപം ഗർഭം ധരിച്ച് പ്രവർത്തികളായിട്ട് പുറത്തു വരുന്നു. அந்த மனதில் உருவாக்கப்பட்ட பாவங்கள் என்ன என்று சொல்லி நேற்றைய தினத்திலே தியானிக்க கர்த்தர் உதவி செய்தார். മനസ്സിൽ ഉളവാകുന്ന പാപങ്ങൾ എന്താണെന്ന് ഇന്നലെ രാത്രി ധ്യാനിക്കുവാൻ പാപങ്ങളെ കുറിച്ച് ധ്യാനിക്ക കർത്തർ ഉദവി ചെയ്താർ. ഇന്നലെ നാം രാത്രി 10 വിധമായ പാപത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം പാപത്തെ മാത്രമല്ല அந்த പാപത്തിற்கு പരിഹാരം என்ன என்றுം ധ്യാനിക്ക കർത്തർ ഉദവി ചെയ്താർ. പാപത്തെ കുറിച്ച് മാത്രമല്ല പാപത്തിൽ നിന്ന് പരിഹാരം എങ്ങനെയാണ് ലഭിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ പാപത്തിற்கு പരിഹാരം எப்படி கிடைக்கும்? എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ലഭിക്കുക? നമ്മുടെ പാപത്തെ முதலாவது ഉണർത്ത வேண்டும். இல்லை என்றால் പാപം ഉണ്ടെന്ന് ഉണര வேண்டும். ഒന്നാമതായിട്ട് പാപമുണ്ടെന്ന് നമ്മളെ തന്നെ ഉണരേണ്ടതാണ്. നമ്മുടെ മനതാനത് കുത്തപ്പെട வேண்டும். നമ്മുടെ ഹൃദയം കുത്തൽ അനുഭവിക്കണം. ഞാൻ പാവി എന്ന് ഉണർത്തപ്പെട வேண்டும். ഞാനൊരു പാപിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. அந்த உணர்வு வந்த பிற்பாடுதான் ആ ഒരു ഉണർവ് വന്ന ശേഷമാണ് அந்த പാപത്തിற்கு പരിഹാരി യേശു എന്ന് വിശ്വസിക്കാൻ முடியும். ആ പാപത്തിന്റെ പരിഹാരമായി യേശു എന്ന് വിശ്വസിക്കാൻ പറ്റും. യേശു ക്രിസ്തുവെ വിശ്വസിച്ചാൽ மட்டும் போதாது. യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം പോരാ. அந்த യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തെ பெற்றுக்கொண்டு യേശു ക്രിസ്തുവിന്റെ രക്തത്തിനാൽ പാപങ്ങൾ കഴുവപ്പെട വിട്ടുകൊടുക്ക வேண்டும். യേശു കർത്താവിന്റെ പാപത്തിൽ നിന്ന് വിടുതലിന് ബോധമുണ്ടായി യേശുവിന്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ஏனென்றால் இயேசு கிறிஸ்துவின் இரத்தமே எல்லா பாவங்களையும் நீக்கி நம்மை சுத்திகரிக்கிறது. യേശു ക്രിസ്തുവിന്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ദൈവത്തെ സ്തോത്രം ചെയ്യാമല്ലോ. രക്തത്തിനാൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ மட்டும் போதாது. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രം പോരാ. அந்த பாவங்களை நாம் சரி செய்ய வேண்டும். നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത് எப்படி சரி செய்வது என்று நேற்றைய தினத்திலே தியானித்தோம். എങ്ങനെയാണ് അവയിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റുക എന്നതിനെ കുറിച്ച് ഇന്നലെ രാത്രി നാം ഒപ്പുരവാക വേണ്ടിയവർകളോട് ഒപ്പുരവാക வேண்டும். ആരോടൊക്കെ നിരപ്പ് പ്രാപിക്കണമോ അവരോടൊക്കെ നമ്മൾ നിരപ്പ് പ്രാപിക്കണം. തിരുപ്പി കൊടുക്ക വേണ്ടിയதை തിരുപ്പി കൊടുക്ക வேண்டும். തിരിച്ചു കൊടുക്കേണ്ടവ മുഴുവനുമായിട്ട് നാം തിരിച്ചു കൊടുക്കണം. തിരുപ്പി കൊടുത്താൽ மட்டுം പോരാതെ. തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ. ഒപ്പുരവാനാൽ மட்டுം പോരാതെ. നിരപ്പ് പ്രാപിച്ചാൽ മാത്രം പോരാ. നാം പൊതു സമുദായത്തിക്ക് അറിയിക്ക வேண்டும். ഞാൻ ഇനി നല്ലവനായി ജീവിക്ക പോകുகிறேன் എന്ന്. നമുക്ക് പൊതു സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തണം ഞാൻ ഇനി മുതൽ നല്ല വ്യക്തിയായി ജീവിക്കാൻ. അത് எப்படி சொல்லுகிறது? അത് എപ്രകാരമാണ് പറ്റുക? அதுதான் பிதா குமாரன் பரிசுத்த ஆவியின் நாமத்தினாலே மூழ்கி ஞானஸ்நானம் பெற வேண்டும். അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ ഇറങ്ങി സ്നാനമെടുക്കണം. അത് നമ്മുടെ വീട്ടുക്കുള്ളല്ല, അത് നമ്മുടെ ഭവനത്തിലല്ല, നമ്മുടെ கிராமத்தில் இல்லை என்றால் பட்டணத்தில் இருக்கிற
இருக்கிற ஒரு பொதுவான குளத்திலேயோ ஆற்றிலேயோ ஒரு பரிசுத்தவானுடைய கைக்கு கீழாக பிதாகுமாரன் பரிசுத்தாவியின் நாமத்தினாலே தண்ணீருக்குள் இறங்கி மூழ்கி ஞானஸ்நானம் பெறும் பொழுது நம்முடைய பாவத்திலிருந்து கர்த்தர் நம்மை വിടുതലയാക്കുறார். നമ്മുടെ ഗ്രാമത്തിലോ പട്ടണത്തിലുള്ള കുളത്തിലോ ആറ്റിലോ മറ്റൊരു സ്ഥലത്ത് ചെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധന്മാരുടെ കൈകളാൽ സ്നാനമെടുക്കുകയും അത് ലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. നാം സമുദായത്തിൽ അത് അറിയിക്ക വേണ്ടും. നാം സമുദായത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ അത് അറിയിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ എந்த ഒരു രക്ഷയും രഹസ്യമാനത് கிடையாது. യേശുവിന്റെ സുവിശേഷത്തിൽ രക്ഷയുടെ അനുഭവം ഒരു രഹസ്യമല്ല, അത് ബഹിരംഗമായ ഒരു അനുഭവം, അത് പബ്ലിക് ആയിട്ടുള്ള പൊതുവായിട്ടുള്ള അറിയിപ്പാണ്. അതെത്താൻ യേശു சொன்னார். അതിനെയാണ് യേശു കർത്താവ് പറഞ്ഞത്. ഒരുവൻ பிதாவுடைய நாமத்தை இல்லையென்றால் ஒருவன் உலகத்தில் ஜனங்களுக்கு முன்பதாக பிதாவை கனப்படுத்தினால் அவனை கர்த்தர் கனப்படுத்துவார் என்று சொல்லப்பட்டிருக்கிறது. യേശു കർത്താവ് പറഞ്ഞത് ഒരുവൻ പിതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുകയാണെങ്കിൽ, പിതാവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുകയാണെങ്കിൽ ഞാനും അവനെ പബ്ലിക്കായിട്ട് ഞാൻ ഏറ്റുപറയും. അത് നാം പബ്ലിക്കാக செய்ய வேண்டிய காரியம். അത് നാം പൊതുവായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. இப்படி செய்யும் பொழுது, അങ്ങനെ ചെയ്യുമ്പോൾ மனம் திரும்புதல் நடக்கிறது. യഥാർത്ഥ മാനസാന്തരം ഉളവാകും. இந்த மனம் திரும்புதல் நடக்கும் பொழுது, ഈ മാനസാന്തരം ഉളവാകുമ്പോൾ வேதவசனம் தெளிவாக சொல்லுகிறது, ദൈവവചനം വ്യക്തമായി പറയുന്നു, அப்படிப்பட்டவர்கள் தான் புதிய சிருஷ்டியாய் மாறுகிறார்கள். അങ്ങനെയുള്ള വ്യക്തികളാണ് പുതിയ സൃഷ്ടിയായി മാറുന്നത്. அவர்கள் வாழ்வில் இருக்கிற பழையன எல்லாம் ஒளிந்து போகிறது. അവരുടെ ജീവിതത്തിലുള്ള പഴയ സ്വഭാവമെല്ലാം സമ്പൂർണ്ണമായിട്ട് எல்லாம் புதிதாக மாறுகிறது. സകലതും പുതുതായി തീർന്നിരിക്കുന്നു. அது மட்டுமல்ல, അത് മാത്രമല്ല, அவர்கள் രക്ഷിക്കപ്പെട്ടവர்கள் എന്ന് അറിയിക്കപ്പെടുகிறார்கள். അവർ രക്ഷിക്കപ്പെട്ടവരെന്ന് അറിയിക്കപ്പെടുന്നു. அது மட்டுமல்ல, അത് മാത്രമല്ല, அவர்களுடைய பெயரை கர்த்தர் ஜீவ புத்தகத்தில் எழுதுகிறார். അവരുടെ പേര് ദൈവം സ്വർഗ്ഗത്തിലെ പുസ്തകമായിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. இன்றைக்கு உலகத்திலே குடிமதிப்பு என்கிற ஒரு புத்தகம் இருக்கிறது. ഇന്ന് നമുക്ക് പൗരത്വമുള്ളെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. அந்த ராஜ்யத்திலே ஜீவிக்க வேண்டும் என்றால், ആ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ நம்முடைய பெயர்கள் அங்கே எழுதப்பட வேண்டும். നമ്മുടെ പേരുകൾ അവയിൽ ആ രജിസ്റ്ററിൽ എഴുതപ്പെടേണ്ടതാണ്. ஆனால் பரலோக ராஜ்யம் என்று ஒன்று இருக்கிறது. അതുപോലെ സ്വർഗ്ഗരാജ്യം എന്നൊരു കാര്യമുണ്ട്. அந்த பரலோக ராஜ்யத்தின் குடிமக்களாய் மாற வேண்டும் என்றால், ആ സ്വർഗ്ഗരാജ്യത്തിന്റെ പൗരത്വമുള്ളവരായി നിങ്ങൾ മാറണമെങ്കിൽ நம்முடைய பெயர்கள் ஜீவ புத்தகத்தில் எழுதப்பட வேண்டும். ഓരോ വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടേണ്ടതാണ്. பரலோகத்திலே ஜீவ புத்தகம் என்று ஒரு புத்தகம் இருக்கிறது. സ്വർഗ്ഗത്തിൽ ജീവപുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. ஞாபக புத்தகம் என்று ஒரு புத்தகமும் இருக்கிறது. ഓർമ്മയുടെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. அந்த ஞாபக புத்தகத்திலே ആ ഓർമ്മയുടെ പുസ്തകത്തിൽ நாம் என்னெல்லாம் கிரியைகளை செய்திருக்கிறோமோ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ നാം ചെയ്തിട്ടുണ്ടോ, அது ஒவ்வொரு நாளும் அங்கே பதிய வைக்கப்படும். അത് ഓരോ ദിവസത്തിന്റെ പ്രവർത്തികളും അവിടെ രേഖപ്പെടുത്തും. ஏனென்றால் நியாயஸ்தானத்திற்கு முன்பதாக நாம் நிற்கும் பொழுது, കാരണം എല്ലാവരും ഒരു ദിവസം ന്യായവിധി ദിവസത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. அந்த ஞாபக புத்தகங்கள் திறக்கப்படும். അന്നാണ് ഓർമ്മയുടെ പുസ്തകം തുറക്കപ്പെടുക. ஹல்லேலூயா. இன்றைக்கு நாம் பேசுகிறது ரெக்கார்டு செய்யப்படுகிறது. ഇന്ന് നാം സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. நான் மரித்து போனாலும், ഞാൻ മരിച്ചു പോയാലും இந்த ரெக்கார்ட் பண்ணப்பட்டது ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭാഷണം நெட்டில இருக்கிற காலம் முழுவதும், ഇന്റർനെറ്റിൽ ഉള്ള കാലത്തോളം அதை யாரும் அழிக்க முடியாது. ആർക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. அதேபோல பரலோக ராஜ்யத்திலே അതുപോലെ തന്നെ ஒரு സ്വർഗ്ഗരാജ്യത്തിൽ ஞாபக புத்தகத்தை கர்த்தர் வைத்திருக்கிறார். ഓർമ്മയുടെ പുസ്തകം എന്നൊരു പുസ്തകം സ്വർഗ്ഗത്തെ ദൈവം இந்த വെച്ചിട്ടുണ്ട്. உலகத்திலே மனிதன் தன்னுடைய கண்டுபிடிப்புகளினாலே சிலதை ஞாபகப்படுத்த முடியும் என்றால், பரலோகத்தில் சிலவைகள் ஞாபக புத்தகத்தில் எழுதப்பட்டிருக்கிறது என்பதை இந்த ராத்திரி நீங்கள் அறிந்து கொள்ள வேண்டும். മനുഷ്യന്റെ കണ്ടുപിടിപ്പാൽ ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ ഇന്റർനെറ്റിൽ ഒക്കെ നിൽക്കുവാൻ പറ്റുമെങ്കിൽ എത്ര അധികമാണ് മനുഷ്യന്റെ പ്രവർത്തികളൊക്കെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കും. അത് ഒരു ദിവസം നിശ്ചയമായിട്ടും ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. அப்படி என்றால், അങ്ങനെയെങ്കിൽ ஜீவ புத்தகத்தில் உங்களுடைய பெயர் எழுதப்படும். ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെടും. ஞாபக புத்தகத்தில் நீங்கள் மனம் திரும்பினது எழுதப்படும். ഓർമ്മയുടെ പുസ്തകത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട വിഷയം அப்படி എഴുതപ്പെട്ടിരിക്കും. மனம் திரும்பப்பட்டவர்கள் தான் അങ്ങനെ മാനസാന്തരപ്പെട്ടവരാണ് ரட்சிக்கப்பட்டவர்கள் என்று சொல்லுகிறோம். രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരെന്ന്, രക്ഷാനിർണയം പ്രാപിച്ചവരെന്ന് പറയുക. ரட்சிப்பென்றால் வேற ஒன்றும் கிடையாது. രക്ഷയുടെ നിർണയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, உலகத்திலிருந்து வேறுபட்டவர்கள் என்று பெயர். ലോകത്തിൽ നിന്നും വേർപെട്ടവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. யாரெல்லாம் பிதாக்குமான பரிசுத்தாவியின் நாமத்தினாலே மூழ்கி ஞானஸ்நானம் பெறுகிறார்களோ அவர்கள் மனம் திரும்புகிறார்கள். மனம் திரும்புவருடைய பெயர்கள் ஜீவ புத்தகத்தில் எழுதப்பட்டிருக்கிறது. அவர்கள் அல்லேலூயா ரட்சிக்கப்பட்டவர்கள் என்று வேற
வசனம் சொல்லுகிறது. ആരൊക്കെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടുവോ അവരുടെ പേരുകളൊക്കെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കും. അവരാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിക്കപ്പെടുന്നത്. இந்த രക്ഷിക്കപ്പെട്ടവர்கள், ഈ വീണ്ടും ജനനം പ്രാപിച്ചവർ രണ്ടാമത് என்ன செய்ய வேண்டும்? രണ്ടാമതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? அதைத்தான் இன்றைக்கு தியானிக்க போகிறோம். അതിനെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോസ്തലർ 2 അധികാരം 47 വചനത്തിലെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ அங்கே இவ்விதமாய் ஒரு பதம் இருக்கிறது. അവിടെ ഇപ്രകാരമുള്ള ഒരു വാക്കുണ്ട്. രക്ഷിക്കപ്പെടുகிறவர்களை, രക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ கர்த்தர் அனுதினம் சபையில் சேர்த்துக்கொண்டார். ഓരോ ദിവസം ദിനംപ്രതി സഭയിൽ ചേർത്തുകൊണ്ടേയിരുന്നു. அப்ப ஞானஸ்நானம் பெற்றவர்கள், അപ്പോൾ സ്നാനമെടുത്തവർ இரண்டாவது என்ன செய்ய வேண்டும்? രണ്ടാമതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? இல்லையென்றால் மனம் திரும்பினவர்கள், അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവർ இரண்டாவது என்ன செய்ய வேண்டும்? രണ്ടാമതായി എന്താ ചെയ്യേണ്ടത്? இல்லையென்றால் சோத்திரம், இந்த உலகத்திலே രക്ഷിക്കപ്പെട്ടവர்கள், അല്ലെങ്കിൽ ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ടവർ அவர்கள் என்ன செய்ய வேண்டும்? അവരെന്താണ് ചെയ്യേണ്ടത്? அவர்கள் சபையிலே சேர்க்கப்பட வேண்டும். അവർ സഭയിൽ ചേർക്കപ്പെടേണ്ടതാണ്. இன்றைக்கு சபையை குறித்து ஒரு சில வார்த்தைகளை ഇന്ന് രാത്രി സഭയെ കുറിച്ചുള്ള ചില വാക്കുകളെ உங்களோடு நான் பேச விரும்புகிறேன். നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. சபை என்ற பதத்தை, அந்த வார்த்தைக்கு സഭ എന്ന വാക്കിന്റെ അർത്ഥത്തിന് எக்லீசியா என்று பெயர். എക്ലീശ എന്നാണ് പറയപ്പെടുന്നത്. எக்லீசியா என்ற வார்த்தைக்கு എക്ലീശ എന്ന വാക്കിന്റെ അർത്ഥം செப்பரேட்டட் என்ற வார்த்தை கொடுக்கப்படுகிறது. വേർതിരിക്കപ്പെട്ടവർ എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. கான்சிக்ரேட்டட் என்கிற பதம் கொடுக்கப்பட்டிருக்கிறது. എന്നാൽ മാറ്റി നിർത്തപ്പെട്ട, പ്രത്യേക ദൗത്യത്തിന് മാറ്റി നിർത്തപ്പെട്ടവർ എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ശുദ്ധീകരിക്കപ്പെട്ടവர்கள் എன்கிற പദം കൊടുക്കപ്പെട്ടിരിக்கிறது. വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന വാക്കിന്റെ അർത്ഥമാണ് നൽകിയിട്ടുള്ളത്. இல்லை என்றால் மாறுபாடான சந்ததியை விட்டு விலகினவர்கள் என்கிற பதம் கொடுக்கப்பட்டிருக்கிறது. അല്ലെങ്കിൽ വേദപുസ്തകം അനുസരിച്ച് വേർപെട്ട സന്തതി എന്ന വാക്കുവാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. அப்ப மானம் திரும்பி ஞானஸ்நானம் பெற்ற பிற்பாடு, അപ്പോൾ രക്ഷിക്കപ്പെട്ട സ്നാനമെടുത്ത ശേഷം அவன் மாறுபாடான சந்ததியை விட்டு விலகிறான். തെറ്റായ സന്തതികളെ വിട്ട് വിലകണമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് மாறுபாடான சந்ததியை விட்டு விலகுகிறான். ആ തെറ്റായ സന്തതികളിൽ നിന്ന് ആ വ്യക്തികളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. அவன் செப்பரேட்டட் ஆகிறான். ആ വ്യക്തികൾ മാറി നിൽക്കുകയാണ്. அவர் எங்கே മാറി നിൽக்கிறார்கள்? എവിടെയാണ് അവർ മാറി നിൽക്കുന്നത്? அவர்கள் சபையிலே மாறி நிற்கிறார்கள். സഭയിൽ അവർ മാറി നിൽക്കുകയാണ്. சபை என்பது ஒரு கட்டடம் அல்ல. സഭ എന്ന് പറഞ്ഞാൽ വെറും ഒരു കെട്ടിടമല്ല. சபை என்பது ஒரு கூடாரம் அல்ல. സഭ എന്ന് പറഞ്ഞാൽ വെറും ഒരു കൂടാരമല്ല. சபை என்பது செப்பரேட்டட், இல்லை என்றால் பிரித்தெடுக்கப்பட்டவர்கள் என்கிற பெயருக்கு கொடுக்கப்பட்டிருக்கிறது. സഭ എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. அப்படி என்றால் അങ്ങനെയെങ്കിൽ இந்த சபையில் என்ன செய்ய வேண்டும்? ഈ സഭയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? இந்த சபையை குறித்து ஒரு சில வார்த்தைகளை இன்றைக்கு தியானிக்க போகிறோம். ഇന്ന് രാത്രി സഭയെ കുറിച്ച് ചില കാര്യങ്ങൾ നാം ധ്യാനിക്കാൻ വേണ്ടി இன்றைக்கு പോകുന്നു. சபையை குறித்து அநேக தவறான எண்ணங்கள் இருக்கிறது. ഇന്ന് സഭയെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകൾ ധാരാളമുണ്ട്. இன்றைக்கு ராத்திரி சபைக்குள்ள இருக்கிற மகிமையை அறிந்து கொள்ள கர்த்தர் உதவி செய்வாராக. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനപ്രകാരം സഭയ്ക്കകത്തുള്ള മഹത്വത്തെ വർണ്ണിക്കുവാൻ, അറിയുവാൻ ദൈവം നമ്മെ കൃപ ചെയ്തു. ஒரு கிராமத்தில் ஒரு சபை இருக்கிறதோ, ഏതെങ്കിലും ഗ്രാമത്തിൽ ഒരു സഭ ഉണ്ടെങ്കിൽ நான் தைரியமாய் சொல்ல முடியும், എനിക്ക് ധൈര്യമായിട്ട് പറയുവാൻ പറ്റും, அந்த கிராமத்தை எந்த சக்தியாலும் அழிக்க முடியாது. ആ ഗ്രാമത്തിലെ ഒരൊറ്റ ദുഷ്ടശക്തിയാലും നശിപ്പിക്കാൻ പറ്റത്തില്ല. ஏனென்றால் அந்த கிராமத்தை நிலைநிறுத்துவதே இந்த சபை. കാരണം ആ ഗ്രാമത്തെ നിലനിർത്തുന്നത് ആ സഭയാണ്. அப்படிப்பட்ட ஒரு சபையை கர்த்தர் இந்த இடத்துல நமக்கு தந்திருக்கிறார். അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സഭയാണ് ദൈവം ഈ ദേശത്ത്, ഈ സഭയ്ക്ക് ദൈവം ഈ இந்த സ്ഥലത്ത് சபையை നൽകിയിരിക്കുന്നത്. கர்த்தர் மகிமையால் ஸ்தாபித்திருக்கிறார். ദൈവം തന്റെ മഹത്വത്തിലാണ് തന്റെ സഭ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. அந்த சபையை பற்றியதான தவறான எண்ணங்கள் ആ സഭയെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ இன்றைக்கு ராத்திரி கர்த்தர் மாற்ற போகிறார். ഇന്ന് രാത്രി ദൈവം നമുക്ക് മാറ്റാൻ വേണ്ടി പോകുന്നു. அநேக நேரங்களிலே അനേക സമയങ്ങളിൽ நாம் தவறான எண்ணங்கள் கொண்டிருக்கிறோம். നാം പല തെറ്റായ ചിന്തകൾ ഉണ്ട്, തെറ്റായ ചിന്തകളുണ്ട്. நான் படித்தது MDiv, மாஸ்டர் ஆஃப் டிவினிட்டி, என்னுடைய படிப்பை படித்தது ഞാൻ എന്റെ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി കോഴ്സ് പഠിച്ചത് பாய்ப்பாடி என்கிற இடத்தில் இருக்கிறது நியூ இந்தியா பைபிள் செமினரி. തിരുവല്ലയിൽ പായ്പാട് എന്ന സ്ഥലത്തിൽ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് എന്നൊരു സെമിനാരി ഉണ്ട്. അവിടെയാണ് ഞാൻ പഠിച്ചത്. நான் மலையாளிகளோடு சேர்ந்து படித்தவன். ഞാൻ അനേക മലയാളികളായ വിദ്യാർത്ഥികളോട് ചേർന്ന് പഠിച്ചു. அப்பொழுது தமிழ்நாட்டிலிருந்து வந்தவர்களை അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെ பாண்டிக்காரர்கள் என்று அழைப்பார்கள். പാണ്ഡി എന്ന പേര് പറഞ്ഞവരെ വിളിക്കാറുണ്ട്. சிலர் சிரிக்கிறீர்கள்.
ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ പലരും ചിരിക്കുകയാണ്. பாண்டி என்கிற அர்த்தம் புரியாமல் பாண்டிக்காரர்கள் என்று அழைப்பார்கள். പാണ്ഡി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് പാണ്ഡി എന്ന് വിളിക്കുന്നത്. பாண்டி என்ற வார்த்தையினுடைய அர்த்தம், പാണ്ഡി എന്ന വാക്കിന്റെ അർത്ഥം ലോർഡ് என்று பெயர், കർത്താവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ஆண்டவனே என்று பெயர், യജമാനനെ ദൈവ കർത്താവേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. இவர்கள் நக்கல் அடிக்கிறது போல பாண்டி என்று சொன்னாலும், ഇവർ ജോക്കായിട്ട് തമാശയായിട്ട് പാണ്ഡി എന്ന് പറഞ്ഞാല്, நான் ஒரு நாள் எங்க சேப்பல்ல சொன்னேன், ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ ചാപ്പലിൽ പറഞ്ഞു, நீங்க இனி நல்லா பாண்டின்னு சொல்லுங்க, നിങ്ങൾ നന്നായിട്ട് പാണ്ഡി പാണ്ഡി എന്ന് വിളിക്കുക. ஏன்னா കാരണം நீங்க சொல்லும்போ നിങ്ങൾ പറയുമ്പോ நான் காலரை தூக்கி விடுவேன், ഞാൻ എന്റെ കോളറിനെ ஏன்னா ഉയർത്താറുണ്ട്. அதுக்கு அர்த்தம் எனக்கு தெரியும், കാരണം അതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ஆனா உங்களுக்கு தெரியாது. നിങ്ങൾക്കത് അറിയില്ല. அந்த அர்த்தம் என்ன தெரியுமா என்று சொல்லி അതിന്റെ അർത്ഥം എന്താണ് അറിയാമോ എന്ന് പറഞ്ഞു நான் லார்ட் இல்லனா ஆண்டவர் என்று சொன்னேன். ഞാനത് കർത്താവേ എന്ന് പറഞ്ഞു. ஏனென்றால் കാരണം தமிழ்நாட்டில் பாண்டிய மன்னர்கள் என்று ஒரு சொல்ல ராஜாக்கள் ஆளுகை செய்தார்கள். കാരണം തമിഴ്നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ പാണ്ഡ്യ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. மன்னர்கள் ராஜரிகம் ராஜாக்கள் என்று அதற்கு பெயர். മന്നர்கள் രാജാക്കൾ രാജരികം എന്ന് പെയർ. അവർക്ക് രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് അവരെ അങ്ങനെയുള്ള നാമം കൊണ്ട് വിളിക്കപ്പെട്ടിരുന്നത്. അന്നേലിருந்து പാണ്ഡ്യന് കൂപ്പിടുന്നത് നിർത്തിനാர்கள். അന്നത്തോടെ പാണ്ഡ്യ എന്ന് വിളിക്കുന്ന പരിപാടി അത് അവർക്ക് അർത്ഥം പുരിന്തത്. കാരണം അവർക്ക് അർത്ഥം നന്നായിട്ട് മനസ്സിലായി. ഇതുവരെ അർത്ഥം പുരിയല്ലേ, അതുവരെയും അർത്ഥം എന്താണെന്ന് മനസ്സിലായി. ഇന്നേക്ക് സഭയുടെ യഥാർത്ഥം പുരിയാമൽ ചിലർ ഇരിക്കലാം. ഒരുപക്ഷെ ഇതുപോലെയാണ് പലരും സഭയുടെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ നിങ്ങൾ ഇവിടെ സഭയുടെ മഹിമ புரியாமல் இருக்கலாம். സഭയുടെ മഹത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ആയിരിക്കാം. ഇന്നേക്ക് രാത്രി കർത്തൻ മഹിമയെ വെളിപ്പെടുത്തുവാരാക. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന രാത്രി സഭയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന രാത്രിയായിരിക്കും. ഈ സഭ ഇവിടെ ഉണ്ടായിരിക്കുന്ന കാലത്തോളം இந்த தேசத்திலே சமாதானம் இருக்கும். ഈ ദേശത്തെ സമാധാനം നിലനിൽക്കും. தேவ கிருபை இருக்கும். ദൈവത്തിന്റെ കൃപ ഇവിടെ നിലനിൽക്കും. ஆனால் ഒരു നാൾ இந்த சபை எடுத்துக்கொள்ளப்படும். എന്നാൽ ഒരു ദിവസം യേശുവിന്റെ വരവിൽ ഈ സഭ എടുത്തുകൊള്ളപ്പെടും. அப்பொழுது தேசத்தில் சமாதானம் இருக்காது. അപ്പോൾ ദേശത്തെ സമാധാനം ഒട്ടും കാണില്ല. தேசத்தில் கிருபை இருக்காது. ദേശത്തെ കൃപ ഒരിക്കലും കാണത്തില്ല. சாவை தேடுவார்கள். ജനങ്ങൾ മരണത്തെ അന്വേഷിക്കും. ஆனால் சாவு கிடைக்காது. മരണം ഒരിക്കലും ലഭിക്കില്ല. ஏனென்றால் കാരണം இன்றைக்கு சாவிலிருந்து அநேகரை விடுதலையாக்குவதே இந்த சபை இந்த இடத்தில் இருப்பதினால். കാരണം ഈ സഭ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അനേകരെ മരണമെന്ന ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം தெரியாததினால், ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് സഭകൾക്ക് വിരോധമായി വരുகிறார்கள். ഇന്ന് സഭയ്ക്ക് വിരോധമായി കടന്നു വരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, ഈ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, இந்த சபை இருக்கிறபடியினால், ഈ സഭ ഇവിടെ ഉള്ളത് കൊണ്ട്, ഒരു കൂട്ടം കർത്താവിന്റെ പിള്ളകൾ இருக்கிறபடியினால், ഒരു വലിയ കൂട്ടം കർത്താവിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്, ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം இருக்கிறபடியினால், ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജനം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്, இந்த தேசத்தை கர்த்தர் அழிக்காமல் இருக்கிறார். ഈ ദേശത്തെ സ്വർഗ്ഗത്തെ ദൈവം നശിപ്പിക്കാതെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആബ്രഹാം ദൈവത്തെ பார்த்து கேட்டான். അബ്രഹാം ദൈവത്തോട് ഇപ്രകാരം ചോദിച്ചു, 5 നീതിമാൻ ഇരുന്ന 5 നീതിമാന്മാരുണ്ടെങ്കിൽ 50 ആരംഭിത്താർ. ആദ്യം അത് 50 ആരംഭിച്ചത് ഇല്ല. കർത്തരിടത്തിലെ കടൈശില കെഞ്ചി കേട്ടാൻ 5 നീതിമാൻ ഇരുന്ന അവസാനം ദൈവത്തോട് യാചിച്ച് ചോദിച്ചു, ഇല്ല അഴിക്ക മാട്ടേ. 5 നീതിമാന്മാർ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല. പക്ഷെ എന്ത് ചെയ്യാം, ആ പട്ടണത്തിൽ 5 നീതിമാന്മാരില്ല, വെറും 4 നീതിമാന്മാർ. 10, 15, 20, 30 നീതിമാன்கள் ஒவ்வொரு நாள் இயேசுவின் ரத்தத்தை சொல்லுகிறபடியால் இந்த தேசத்தை கர்த்தர் பாதுகாத்துக் கொண்டிருக்கிறார். 15, 20, 25 നീതിമാന്മാര് ദൈവത്തെ നോക്കി നിലവിളിക്കുന്നത് കൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈ ദേശം നശിക്കാതെ ദൈവം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. സഭയുടെ മഹത്വം പെരിയത്. കാരണം അതുകൊണ്ടാണ് സഭയുടെ മഹത്വം ഏറ്റവും വലുതായിരിക്കുന്നത്. സഭை தானாய் வரவில்லை. ഈ സഭ ഒരിക്കലും ചുമ്മാട്ട് ഉളവായതല്ല. இந்த சபைக்காய் ரத்தம் சிந்தின ஒருவர் உண்டு. ഈ സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരുവരുണ്ട്. இந்த சபைக்காய் பரிந்து பேசுகிற ஒருவர் உண்டு. ഈ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. சபைக்காய் கிரியை செய்கிற ஒருவர் உண்டு. ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവരുണ്ട്. இந்த சபையை நான் கட்டுவேன் என்று சொன்ன ஒருவர் உண்டு.
ആളുണ്ട്. ഈ സഭയെ ഞാൻ പണിയുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. அப்படி என்றால் അങ്ങനെയെങ്കിൽ இன்றைக்கு ராத்திரி சபையினுடைய மகிமையை புரிந்து கொள்ள கர்த்தர் உதவி രാത്രി സഭയുടെ മഹത്വത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ இந்த സഹായിക്കുമാറാകട്ടെ. சபையில என்ன நடக்கிறது, ഈ സഭയിൽ എന്താ സംഭവിക്കുന്നത്, என்ன இருக்கிறது, എന്താണുള്ളത്? ஒரு 7 மகத்துவத்தை உங்களிடத்தில் சொல்ல விரும்புகிறேன். 7 വിധമായ മഹത്വത്തെ നിങ്ങളുടെ മധ്യേ പറയുവാൻ താല്പര്യപ്പെടുന്നു. ആദ്യത്തേത്, இந்த பெந்தேகோஸ்தே சபைகள் என்று சொல்லுகிற சபைகள், ഈ പെന്തക്കോസ്ത് സഭകൾ എന്ന് പറയുന്ന സഭകൾ, அவர்கள் என்ன செய்வார்கள்? അവരെന്താ ചെയ്യുന്നത്? முதலாவது அவர்கள் ஜெபிப்பார்கள். ഒന്നാമതായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ஹல்லேலூயா. தங்களுடைய எல்லா விஷயத்திற்காக തങ്ങളുടെ എല്ലാവിധമായ വിഷയങ്ങൾക്കായി அவர்கள் ஜெபிப்பார்கள். അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ஏனென்றால் കാരണം இந்த சபையை உருவாக்கினவர் சொல்லி இருக்கிறார், കാരണം ഈ സഭയെ നിർമ്മിച്ചവൻ സഭയുടെ ഉടമയായ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, எங்கே 2-3 பேர் என்னுடைய நாமத்தில் கூடுகிறார்களோ அங்கே நான் இருக்கிறேன் என்று. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടി വരുന്നു, അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് സഭയുടെ ഉടമയായ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. அந்த வார்த்தை அனுசரித்து, ആ വാക്യം അനുസരിച്ച് அவர்களுக்கு என்ன பிரச்சனை வந்தாலும், അവർക്ക് ഏത് വിധമായ വിഷയം വന്നാലും, என்ன போராட்டம் வந்தாலும், ഏത് വിധമായ പ്രശ്നങ്ങൾ വന്നാലും, கிறிஸ்தவர்களுக்கு தெரிந்த ஒரே ஒரு காரியம், ഇങ്ങനെയുള്ളവർക്ക് അറിയാമുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. பெந்தேகோஸ்தேக்காரர்களுக்கு தெரிந்த ஒரே ஒரு காரியம், പെന്തക്കോസ്തുകാർക്ക് അറിയാവുന്ന ഒറ്റ കാര്യം அவர்களுக்கு என்ன ഇപ്രകാരമുള്ളൂ. ஒரு பிரச்சனை வந்தாலும் അവർക്ക് ഏത് വിധമായ പ്രശ്നം വന്നാലും அவர்கள் நேர ஆலயத்துக்கு வருவார்கள், അവർ നേരിട്ട് ആലയത്തിൽ കടന്നു വരും, என்னுடைய சமூகத்தில் கடந்து வருவார்கள், സാന്നിധ്യത്തിലേക്ക് കടന്നു அவர்கள் വരും, முழங்கால் படியிடுவார்கள், മുട്ടുമേൽ നിർത്തും, இயேசுவின் நாமத்தில் பிதாவை நோக்குவார்கள், യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ മുഖത്തേക്ക് നോക്കും. அங்கே கர்த்தர் இறங்கி வருவார். അവിടെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നതിനെ ചെയ്യും. இந்த சபைக்கு முன்னாடி கொடுக்கப்பட்ட பேர் என்ன தெரியுமா? പണ്ട് ഈ സഭയ്ക്ക് നൽകപ്പെട്ട പേരെന്താണെന്ന് അറിയാമോ? ஜெபப்பறை. പ്രാർത്ഥനാപുര എന്നാണ് ஜெபப்பறை என்று சொல்லுவார்கள். അന്ന് പ്രാർത്ഥനാപുര എന്നാ വിളിക്കപ്പെട്ടിരുന്നത്. இந்த ஜெபப்பறையில் என்ன நடக்கிறது? ഈ പ്രാർത്ഥനാപുരയിൽ എന്താ നടക്കുന്നത്? இந்த 2-3 பேர் கூடியிருக்கிற இடத்தில் என்ன நடக்கிறது? 2-3 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് എന്ത് அவர்கள் സംഭവിക്കുന്നു? ஜெபிக்கும் பொழுது அவர்கள் ஜெபத்தை கேட்கிற ஒரு சர்வ வல்லமை உள்ள தேவன் உண்டு என்பது சபைக்குள்ளே வெளிப்படுகிறது. ഈ 2-3 പേർ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഇവിടെ മധ്യേ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് അവരും അറിയും, മറ്റുള്ളവരും അറിയുന്നതായിരിക്കും. ஹல்லேலூயா. இன்றைக்கு நீங்கள் ஏதாவது பிரச்சனையோடு, பாரத்தோடு, முடியாத பிரச்சனைகளோடு இருந்தா இந்த ஜெபாலயத்துக்குள்ள வந்து நீங்க ஜெபிக்க தொடங்கினா உங்க வீட்டில் உள்ள பிரச்சனைகள் மாறும் என்பதற்கு இந்த சபை சாட்சி. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തോട് അകപ്പെട്ടിരിക്കാം, അത് പരിഹാരമില്ലാതെ ഇരിക്കാം. നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് ചില ആളുകൾ കൂട്ടി വരുന്ന ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു, ആ വിഷയത്തിന് പരിഹാരമുണ്ടാകും. ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ஏனென்றால் കാരണം மனுஷனால் கூடாதது தெய்வத்தால் கூடும். കാരണം മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാത്രേ. மனுஷனால் கூடாதது தெய்வத்தால் கூடும். മനുഷ്യനാൽ അസാധ്യമായത് സ്വർഗത്തിലെ ദൈവത്താൽ സാധ്യമാത്രേ. அன்றைக்கு ஏரோது என்கிற ஒரு ராஜா, അന്ന് ഈ ഹേരോദ എന്ന് പറയുന്ന രാജാവ് அவன் ஒரு பாஸ்டரை பிடிச்சு ஜெயில போட்டான். ഒരു ശുശ്രൂഷകനെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടു. பேதுருவை தூக்கி ஜெயில போட்டான். പത്രോസിനെ തൂക്കിയെടുത്ത് ജയിലിനകത്ത് ഇട്ടു. அவன் நினைச்சான், അദ്ദേഹം ചിന്തിച്ചു, இந்த பேதுருவை தூக்கி ஜெயில போட்டா ആ പത്രോസിനെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടാൽ யாரும் எல்லாம் சரியாகணும். എല്ലാ കാര്യവും നന്നായി നടക്കുമെന്ന് ஆனா அந்த ചിന്തിച്ചു. சபையார் என்ன செய்தார்கள் தெரியுமா? പക്ഷെ സഭ എന്ത് ചെയ്തെന്നറിയാമോ? அவர்கள் தங்களுடைய கதவை அடைத்தார்கள். ആ ജനം സഭയുടെ കതവടച്ചു. அவர்கள் உள்ளே புகுந்தார்கள். അവർ അകത്ത് കയറിയിരുന്നു. சபையினுடைய உள்ளே போய் வாசலை அடைத்து സഭയുടെ അകത്ത് കയറി വാതിലിനെ അടച്ചു. எல்லாரும் முழங்கால் படியிட்டார்கள். എല്ലാവരും മുട്ടുമേൽ നിന്നു. சர்வ வல்லவரை நோக்கி பார்த்தார்கள். സർവശക്തന്റെ മുഖത്തേക്ക് നോക്കി. அவர்கள் முழங்கால் படியிட்டு தெய்வத்தை நோக்கி கூப்பிட்டார்கள். അവർ മുട്ടുമേൽ നിന്ന് സർവശക്തന്റെ മുഖത്തേക്ക് നോക്കി. அவர்களுடைய ஜெபத்தை கர்த்தர் கேட்டார். അവരുടെ പ്രാർത്ഥന സ്വർഗത്തെ ദൈവം കേട്ടു. தேவன் கேட்டு சும்மா இருக்கல்ல. ദൈവം കേട്ടിട്ടും മൗനമായിരുന്നില്ല. பேதுரு எந்த சிறையில் கிடந்தானோ പത്രോസ് ഏത് കാരാഗ്രഹത്തിലാണ് அந்த കിടന്നത്? சிறையில் கர்த்தர் தூதனை அனுப்பினார். ആ കാരാഗ്രഹത്തിൽ ദൈവം ദൂതനെ അയച്ചു. ஹல்லேலூயா. பேதுரு இங்க என்ன செய்றார் தெரியுமா? പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? முதல் காவல், 2ஆம் காவல், 3ஆம் காவல் தாண்டி அவர் காவலுக்குள்ள 2 பேர் அவருக்கு பக்கத்துல. ஹல்லேலூயா, ஸ்தோத்திரம். கர்த்தருடைய வசனம் சொல்லுகிறது, தேவ தூதன் இறங்கி பேதுருவை வெளியே கொண்டு வந்தார். 1ஆം കാവൽ, 2ആം കാവൽ, 3ആം കാവൽ ഇരിക്കുന്ന സ്ഥലത്ത്
രണ്ട് കാവൽക്കാരുടെ മധ്യേ പത്രോസ് ഇരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു, പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. அப்படி என்றால் ஒரு சபை ஜெபித்தால், അങ്ങനെങ്കിൽ ഒരു സഭ പ്രാർത്ഥിക്കുമ്പോൾ மேல எத்தனை காவல் இருந்தாலும், നിന്റെ മേൽ എത്ര സംരക്ഷണമുണ്ടെങ്കിലും, கட்டிருந்தாலும், മേൽ എത്ര ബന്ധനമുണ്ടെങ്കിലും, മാന്ത്രിക കട്ടിരുന്നാലും, ഏത് വിധമായ മാന്ത്രികമായ ബന്ധനമായാലും, கட்டிருந்தாலும், അധികാരത്തിന്റെ ബന്ധനമായാലും, இந்த ஜெபத்தால் அதை அழித்து மாற்ற முடியும். മനുഷ്യനാൽ முடியாதது ദൈവത്താൽ முடியும். പ്രാർത്ഥനയുടെ ശക്തിയാൽ അവർ നശിക്കപ്പെടും. കാരണം മനുഷ്യനാൽ അസാധ്യമായത് സ്വർഗത്തിലെ ദൈവത്താൽ സാധ്യമത്രേ. ഹല്ലേലൂയ. അവരുടെ പിള്ളകൾ ജപിത്താൽ അവർ ഇറങ്ങി വരുവാ. അവരുടെ കുഞ്ഞുങ്ങൾ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷാൽ സ്വർഗത്തിൽ വന്ന് ഇറങ്ങി വരും. ஏனென்றால் ஜபிக்கிற ஜனம் சாதாரணமானவர்கள் அல்ல, அவருடைய சொந்த ரத்தத்தால் மீட்கப்பட்டவர்கள். കാരണം പ്രാർത്ഥിക്കുന്നവർ സാധാരണപ്പെട്ട ജനമല്ല, യേശുവിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമത്രേ. இன்றைக்கு ராத்திரி ஜபத்தை விசுவாசிக்கிறவர்களே, ഇന്ന് രാത്രി പ്രാർത്ഥനയെ വിശ്വസിക്കുന്നവരെ, உங்களுடைய விடுதலைக்காக எங்கெல்லாமோ போகிறீர்களே, നിങ്ങളുടെ സൗഖ്യത്തിനായി വിടുന്നല്ല എവിടെയെല്ലാമോ നിങ്ങൾ കറങ്ങുന്നു. இந்த ஜபப்பறை என்று அறியப்படுகிற சபைக்கு வாருங்கள். നിങ്ങൾ ഈ പ്രാർത്ഥനാ പുര എന്നറിയപ്പെടുന്ന ഈ സഭയ്ക്കകത്ത് കടന്നു വരിക. நீங்கள் முழங்கால் படியிடுங்கள். മുട്ടുമേൽ നിൽക്കുക. உங்களுடைய பிரச்சனைக்கு ஒரு பரிகாரம் உண்டு, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, வாழ்க்கைக்கு ஒரு விடுதலை உண்டு, ജീവിതത്തിന് വിടുതലുണ്ട്. பேதுரு இப்ப வெளியில வர்றாரு, പത്രോസ് പുറത്തു വരുന്നു, கதவை தட்டுறாரு. കതവനെ തട്ടുന്നു. எந்த சபை ஜபிக்கிறதோ அந்த சபைக்கு கூட ஆச்சரியமான ஒரு அற்புதத்தை கத்த செய்து. ഏത് സഭയാണ് പ്രാർത്ഥിക്കുന്നത് ആ സഭ തന്നെ ആശ്ചര്യപ്പെടുന്ന നിലവാരത്തിൽ സ്വർഗത്തിലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. இன்றைக்கு தீர்க்க தரிசனமாய் சொல்லுகிறேன், ഇന്ന് ഞാനൊരു പ്രവചന ദൂതായിട്ട് അറിയിക്കുന്നു. இந்த சபை ஜபிக்கிற சபையா இருந்தா, ഈ സഭ പ്രാർത്ഥിക്കുന്ന സഭയെങ്കിൽ, இந்த சபை முழங்கால் படியிடுகிற சபையா இருந்தா, ഈ സഭ മുട്ടുമേൽ നിൽക്കുന്ന സഭയാണെങ്കിൽ, இந்த சபை ராம் முழுவதும் கர்த்தருடைய பாதத்தில் விழுகிற சபையா இருந்தா, ഇന്ന് ഈ സഭ രാത്രി മുഴുവനും ദൈവത്തിന്റെ പാദത്തിൽ വീഴുന്ന സഭയെങ്കിൽ, இதோ വാസலை തട്ടിക്കൊണ്ട് ചില അത്ഭുതങ്ങളെ കത്ത ചെയ്യ പോകുகிறார். ഈ വാതിലിനെ തട്ടിക്കൊണ്ട് സ്വർഗത്തെ ദൈവം ചില അസാധാരണമായ ദൈവപ്രവർത്തികൾ തട്ടിക്കൊണ്ട് ചില അത്ഭുതങ്ങൾ വരപ്പോകുന്നത്. കതവനെ തട്ടിക്കൊണ്ട് ചില അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കാൻ വേണ്ടി പോകുന്നു. നടക്കുമോ എന്ന് കേൾക്കുന്ന ഇടത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യ ഇത് പോകുகிறார். സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ஏனென்றால் வசனம் சொல்லுகிறது, കാരണം ദൈവവചനം ഇപ്രകാരം പറയുന്നു, கேட்கிற எவனும் பெற்றுக்கொள்ளுவான். ആരൊക്കെയാണ് ചോദിക്കുന്നത് അവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. எப்படி കേൾக்க வேண்டும்? എങ്ങനെയൊക്കെ ചോദിക്കണം? യേശുവിൻ നാമത്തിൽ കേൾக்க வேண்டும். യേശുവിന്റെ നാമത്തിൽ ചോദിക്കണം. அல்ல வேற யாரிடத்திலும் கேட்க முடியாது. നമുക്ക് മറ്റാരോടും അടുക്കൽ ചെന്ന് ചോദിക്കാൻ പറ്റില്ല. യേശുവിൻ നാമത്തിൽ പിതാவை നോക്കി ജപിക്കും பொழுது, യേശുവിന്റെ നാമത്തിൽ പിതാവിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ அந்த இடத்தில் கர்த்தர் அற்புதம் ആ செய்வார். സ്ഥലത്ത് സ്വർഗത്തെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കരങ്ങളെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തുക. എല്ലാവരും കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം നൽകാമല്ലോ. ഹല്ലേലൂയ. സഭയുടെ ജപത്തിற்கு മഹിമ ഉണ്ട്. സഭയുടെ പ്രാർത്ഥനയ്ക്ക് മഹത്വമുണ്ട്. സഭയിലെ ജപിക്കുമ്പോൾ അത്ഭുതം നടക്കും. സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നടക്കാത്ത വിടുതലകളെ കർത്തർ നടക്ക ഒരിക്കലും സംഭവിക്കില്ല എന്ന്, ഒരിക്കലും സംഭവിക്കാത്ത അത്ഭുതങ്ങൾ അവ നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. இந்த சபையை நான் அப்படி வாழ்த்தி ஆசீர்வதிக்கிறேன். അങ്ങനെയുള്ള ആശംസ ഞാൻ ഈ സഭയ്ക്ക് നൽകുന്നു. இந்த சபைக்குள்ள என்னதுக்காக ஜெபிப்பார்கள் தெரியுமா? ഈ സഭയ്ക്കകത്ത് ഏതൊക്കെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കാമെന്ന് അറിയാമോ? പ്രധാനമായി சொல்லுகிற ബുദ്ധിമതി എന്നവനിൽ പൗലോസ് അപ്പോസ്തലൻ ഈ പ്രകാരം പറയുന്നു. ഞാൻ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ആലോചന പ്രകാരമാണ്. കുടിയിരിക്കുന്ന ഇടത്തിൽ സമാധാനം ഉണ്ടാക വേണ്ടുമെന്നാൽ, നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ രാജാക്കൾക്കാக വേണ്ടിக் കൊള്ളുங்கள். നിങ്ങൾ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉങ്ങളെ ആളുകൾ ചെയ്യുന്നവർക്കായി വേണ്ടിக் കൊള്ളുங்கள். അധികാരമുള്ളവർക്ക് വേണ്ടി, ആരാണ് ഭരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കുടിയിരിക്കുന്ന ദേശത്തിലുള്ള മക്കൾക്കാக വേണ്ടിக் കൊള്ളുங்கள். നിങ്ങൾ താമസിക്കുന്ന ആ ജനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ஏனென்றால் நாங்கள் ஆராதிக்கிற இயேசு சிலுவையிலே பாடுபட கொண்டு போகும் பொழுது, കാരണം കർത്തങ്ങളെ ആരാധിക്കുന്ന കർത്താവ് യേശുവിനെ ക്രൂശീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവർ சொன்ன ഒരു കാര്യമുണ്ട്. യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. எனக்காக വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല. പിള്ളകൾക്കാக ആളുകൾ, നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാനാ യേശു പഠിപ്പിച്ചത്. അവർ ഇവിധമായി ചൊല്ലിയിരിக்கிறார். അത് അവിടെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, என்னுடைய வீடு எல்லா ஜனங்களுக்கும் ஜெப வீடு எனப்படும். കാരണം യേശു പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥന ആലയമെന്നറിയപ്പെടും. എല്ലാ ജപപ്പറയിലും പോയി കേട്ടു പാരുங்கள்.
பாருங்கள். എല്ലാ പ്രാർത്ഥനാ പുരകളും ചെന്ന് ചോദിക്കുക. ആശുപത്രിയിലെ കൈവിടപ്പെട്ടവർകളെ ഇത് ഉയർത്തല ചെയ്തിരിക്കുന്നു. ആശുപത്രി കൈവിട്ട വ്യക്തികളെ ഈ സഭയ്ക്കകത്ത് പ്രാർത്ഥിച്ച് ജീവനോടെ എണീറ്റിട്ടുണ്ട്. കോട്ടിലെ മുടിയാத കാര്യത്തെ ജപപ്പല സാധിച്ചിരിക്കുന്നത്. കോടതിയൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ പ്രാർത്ഥനാ പുരക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാൽ സാധിക്കുന്നത് ചെയ്യും. അധികാരങ്ങളാൽ മുടിയാத വിടുതലകളെ ഇത് പെറ്റിരിക്കുന്നത്. അധികാരത്തിൽ ഇരിക്കുന്നവരാൽ നടക്കാത്ത കാര്യങ്ങളെ ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ നേടിയിട്ടുണ്ട്. ജപിക്കുന്ന സഭയെ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഭയെ, ജപിക്കുന്ന ദേവജനമേ, പ്രാർത്ഥിക്കുന്ന കേരള ജനമേ, ഒന്നെ കത്തൽ വെക്കപ്പെടുത്ത മാട്ടാം. നിന്നെ ഒരിക്കലും ദൈവം ലജ്ജിപ്പാൻ അനുവദിക്കില്ല. നാം ആരാധിക്കുന്ന ദൈവം, കാരണം നാം ആരാധിക്കുന്ന സ്വർഗ്ഗത്തെ ദൈവം ജപത്തെ കേൾക്കുന്ന ദൈവമായി, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ജപത്തെ കേൾക്കുന്ന ദൈവമായി, അവിടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. യാവരും എന്നെ വരുവാர்கள். കാരണം അവൻ സ്തോത്രം സകല ജനത്തിന്റെ മേലും ആത്മാവനായിരിക്കും. ഏനെന്നാൽ കാരണം ജപത്തെ കേൾക്കുന്ന ഒരുവരുണ്ട്. കാരണം പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. இந்த சபையை கர்த்தர் மகிமையாக்க போகிறார். കാരണം ഈ സഭയെ ദൈവം മഹത്വമുള്ളതായി മാറ്റാൻ വേണ്ടി ഇന്നലെ ജപം ആരംഭിക്കട്ടോ. ഇന്ന് രാത്രി മുതൽ തന്നെ പ്രാർത്ഥന ആരംഭിക്കട്ടെ. ഇടവിടാതെ ജപിക്കുന്ന ഒരു കൂട്ടം എഴുമ്പട്ടോ. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹം വേണ്ടുതൽ ചെയ്യുന്ന ഒരു കൂട്ടം എഴുമ്പട്ടോ. ദൈവത്തെ നോക്കി യാചിക്കുന്ന, ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു സമൂഹം ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. രണ്ടാമതായി ഈ സഭയ്ക്കുള്ള എന്ന നടക്കുന്നത്, സഭയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാവിൻ ആരാധന നടക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറവിലുള്ള ആരാധന സംഭവിക്കുന്നു. വചനം ചൊല്ലുகிறது, വാക്യം ഇപ്രകാരം പറയുന്നു, ഒരുവൻ ദൈവത്തെ ആരാധിക്കണമെന്നാ, ഒരുവൻ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവൻ ആവിയോട് ഉണ്മയോടും എന്ന ചെയ്യണം, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. പെന്തക്കോസ്ത് സഭയിൽ എന്ന നടക്കുന്നത്? പെന്തക്കോസ്ത് സഭകളിൽ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധ ആരാധന നടക്കുന്നത്. വിശുദ്ധമായ പരിശുദ്ധമായ ആരാധന നടക്കുന്നു. മഹിമയുള്ള ആരാധന നടക്കുന്നത്. മഹത്വമുള്ള ആരാധന നടക്കുന്നു. ചിലർ ചൊല്ലുവാர்கள், ചിലര് പറയാറുണ്ട്, അവർ അല്ലോലിയ അല്ലോലിയ എന്ന് കൂപ്പിടുവാர்கள். അവർ അല്ലേലിയ അല്ലേലിയ എന്നാ വിളിക്കാറുള്ളത്. അല്ലേലിയ എന്ന പദത്തിക്ക് അർത്ഥം തെരിയുമാ? ഹല്ലേലിയ എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. ദേവനെ മഹിമപ്പെടുത്തി എന്ന് പൊരുൾ. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ, നീ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് കിണ്ടൽ അടിക്കുമ്പോ, ഒരുപക്ഷെ നീ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോ ഒന്നെ അറിയാമോ നീ ദേവനെ മഹിമപ്പെടുത്തുക. നിനക്ക് അറിഞ്ഞൂടാ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഇത് ഹല്ലേലൂയ കൂട്ടത്താ, ഇത് ഹല്ലേലൂയ വിഭാഗത്തിലുള്ള വ്യക്തികളാണ്. ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്താ, ദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങളാണ്. ഇവர்கள் எப்படி ആരാധിപ്പാர்கள்? അവർ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അഭിഷേകത്തിൽ ആരാധിപ്പാர்கள். അഭിഷേകത്തിന് നിറവിൽ ദൈവത്തെ ആരാധിക്കും. ഇവர்கள் അഭിഷേകം பண்ணுகிற ഒരു ആവി ഉണ്ട്. അവർ അഭിഷേകത്തെ നിറയ്ക്കുന്ന ഒരു ആത്മാവുണ്ട്. അതാണ് പരിശുദ്ധാവി. അതാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. മരിച്ചുപോയ യേശുവൈ മൂന്നാം നാളിൽ ഉയരോടെ എഴുപ്പിയ ആവി. അതേ ആത്മാവാണ് മരിച്ചുപോയ കർത്താവായ യേശുവിനെ മൂന്നാമത്തെ ദിവസം മരണത്തിന്റെ ശക്തിയെ തോർത്തുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഇവர்கள் ആരാധിക്കും പൊഴുത്, നാം ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ, കരങ്ങളെ തട്ടി കർത്താവെ മഹിമപ്പെടുത്തും പൊഴുത്, കരങ്ങളെ തട്ടി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ என்ன நடக்கிறது? എന്താ സംഭവിക്കുന്നത്? കട്ടുകൾ അവിழ்ക്കപ്പെടുகிறது. ജനങ്ങൾ സമ്പൂർണ്ണമായിട്ട് അഴിക്കപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു മുறை ഒരിക്കൽ ഞങ്ങളുടെ ഊരിലെ രണ്ട് കാണി മന്ത്രവാദികൾ എന്ന് சொல்லுவார்கள். ഞങ്ങളുടെ ദേശത്ത് കാണി മന്ത്രവാദികൾ എന്ന് പറയാറുണ്ട്. അവர்கள் ഇവിധമായി രണ്ടുപേരും ബസ്സിൽ ഉட்கார்ந்துட்டு பேசிட்டு പോறாங்க. അവര് രണ്ടുപേരും ഒരു ബസ്സിൽ ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അവர்கள் சொல்லுகிறார்கள், അവർ ഇപ്രകാരമാ പറഞ്ഞത്, നാമ എല്ലാവർക്കും മന്ത്രവാദം ചെയ്താലും ഫലിക്കുது. നമ്മൾ പലർക്കും മന്ത്രവാദം ചെയ്ത് ഫലിക്കുന്നു. ആനാ പക്ഷേ നമ്മ ഊരിലെ കളബള കളബള എന്ന് പേசுற ഒരു കൂട്ടം ഉണ്ട്. നമ്മുടെ സ്ഥലത്ത് കളബള കളബള എന്ന് പറയുന്ന ഒരു വിഭാഗം. അവർക്ക് കളബള കളബളയ്ക്ക് അർത്ഥം தெரியாது. അവർക്കാർക്കും ഈ കളബള എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അറിയില്ല. അത് അന്യഭാഷ. അത് അന്യഭാഷയാണ്. അവൻ சொல்றான், ആ വ്യക്തികൾ പറയാണ്, இந்த ജനത്തിന് എന്ന ചെയ്തും മന്ത്രം ഫലിക്കല്ലേ. ഈ ജനത്തിന് വിഭാഗത്തിന് എന്ത് ചെയ്താലും മന്ത്രം ഫലിക്കുന്നില്ല. അപ്പടി എന്താ ഇങ്ങ എപ്പടി ആരാധിക്കണോ? അങ്ങനെയെങ്കിൽ നാം എങ്ങനെയാണ് ദൈവത്തെ തട്ടി അന്യഭാഷയിൽ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോ അന്ത ദേവ മഹിമ ഇറങ്ങും, എന്ത മന്ത്രവും ഫലിക്കാതെ. അവൻ കരങ്ങളെ തട്ടി നാം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് യാതൊരു വിധമായ മാന്ത്രിക ശക്തിയും അവിടെ ഒട്ടും ഫലിക്കുകയില്ല. അതിനാലത്തെ യേശു சொன்னார். അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പരമേറി പോകുമ്പോൾ ഒരു വാർത്തയെ சொன்னார். സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ യെരുശലേമെ വിട്ട്
போவதற்கு முன்பதாக യെരൂശലേം വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് நீங்க பரிசுத்தாவியை பெற்றுக்கொள்ளணும். പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. பாரம்பரிய சபையில் இருந்தா மோட்சம் போக முடியாது. ഒരിക്കലും പാരമ്പര്യ സഭയുടെ അംഗമായിരുന്നാൽ സഭയിലിരുന്നാൽ സ്വർഗരാജ്യത്തിലും പോകാൻ പറ്റത്തില്ല. ஏனென்றால் பிதாவை ஆவியோடு உண்மையோடு ஆராதிக்க வேண்டும். കാരണം പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ஒருவன் ஜலத்தினாலும் பிறக்க வேண்டும், ஆவியினாலும் பிறக்க வேண்டும். ഒരുവൻ ജലത്തിലും ജനിക്കണം, ആത്മാവിലും ജനിക്കണം. எங்க ஊர்ல எங்க கூட்டத்தை பார்த்து சொல்லுவோம், ஆவி கூட்டம்னு சொல்லுவோம். ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവിന്റെ കൂട്ടമെന്ന് പറയാറുണ്ട്. കേരളയിൽ വന്നതാണ് പുട്ട്. കേരളത്തിൽ നിന്നാണ് ഈ പുട്ട് എന്ന് പറയുന്ന ആഹാരം. അവർ ഞങ്ങളെ பார்த்து சொல்லுவோம் പുട്ട് ആവി പിടിച്ചവയാണ്. ഞങ്ങൾ ആക്ഷേപിച്ച് പറയാറുണ്ട്, ഇത് പുട്ട് ആത്മാവ് പിടിച്ചവരെന്ന് പറയാറുണ്ട്. ഞാൻ തിരിച്ചു ചൊല്ലുവേൻ, ഞങ്ങൾ തിരിച്ചു പറയാറുണ്ട്, വീട്ടിലെ പുട്ട് വേകണമെന്നാലും ഒരു ആവി വേണം. നിന്റെ വീട്ടിന്റെ അകത്തുള്ള പുട്ട് വേവണമെങ്കിൽ ഒരു ആവി ഒരു ആവി ആവശ്യമാണ്. அப்படியே ഒന്നെ പക്വപ്പെടുത്തണമെന്നാ ഉനക്കൊരു ആവി വേണോ, അത് പരിശുദ്ധാവി. നിന്നെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ, നിന്നെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഒരു ശക്തി ആവശ്യമാണ്. അതാണ് പരിശുദ്ധാത്മാവ്. ഉനക്ക് ബലം വേണമെന്നാ, ഉനക്ക് ബലം വേണമെന്നാ, നിനക്ക് ബലം ആവശ്യമുണ്ടെങ്കിൽ, ഉനക്ക് ശക്തി വേണമെന്നാ, നിനക്ക് ശക്തി ആവശ്യമുണ്ടെങ്കിൽ കാത്തിരുന്ന അഭിഷേകത്തെ പെറ്റുകൊള്ളണോ. ദൈവസനത്തിൽ കാത്തിരുന്ന അഭിഷേകം പ്രാപിക്കാം. ജപിക്കുന്ന സഭയായിരുന്നാ പോരാത്, പ്രാർത്ഥിക്കുന്ന സഭ മാത്രമായിരുന്നാ പോരാ, അഭിഷേകത്തിൽ ആരാധിക്കുന്ന സഭയായി മാറണം. അവൻ അഭിഷേകത്തിൽ ആത്മനിറവിൽ ആരാധിക്കുന്ന സഭയായി മാറണം. ആട്ടം പോടുന്നതിക്ക് എല്ലാവർക്കും ആശ. ഇന്ന് നൃത്തം ചെയ്യാൻ പലർക്കും ആഗ്രഹമാണ്. അന്റെ ആട്ടം പരിശുദ്ധാവിൻ ആട്ടമായിരിക്കണോ, അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നൃത്തമായിരിക്കണം. അത് തിയേറ്ററിലുള്ള ആട്ടമല്ലേ, അത് ഈ സ്റ്റേജുകളിൽ കാണിക്കുന്ന നൃത്തമായിരിക്കരുത്. ആരംഭകാലത്തില് എങ്ക ഊരില് മുഴങ്കാൽ പടിയിട്ട് 1.5 മണി നേരം ആരാധിപ്പണം. ആരംഭ നാളുകളൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് മുട്ടുമേൽ നിന്ന് 1.5 മണിക്കൂർ ആരാധിക്കാറുണ്ട്. മുട്ട് തേയ ഇടിപ്പനോ, മുട്ട് വേദന എടുക്കുന്ന സമയത്തും അവർ അങ്ങനെ തന്നെ ആരാധിക്കാറുണ്ട്. അതിനാൽ എங்களுக்கு കൊടുക്കപ്പെട്ട പേര് മുട്ടിടിച്ചാൻ കൂട്ടത്താർ. അതുകൊണ്ട് മുട്ടിടിക്കുന്ന വിഭാഗക്കാർ എന്നൊരു പേര് പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. മുട്ടിടിച്ചാൽ അത് തളരാത്, ഇത് മുട്ടിടിച്ചാലും ഒരിക്കലും തളരത്തില്ല. അതുക്കുള്ള ഇരിക്കുന്ന ബലം മാംസ ബലമല്ല, അത് ഉന്നതത്തിൽ നിന്ന് വന്ന ബലം. കാരണം ഇതിന്റെ ബലമുള്ളത് ശരീരത്തിന്റെ ജഡത്തിന്റെ ബലമല്ല, സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ വന്ന ശക്തിയാണ്. അന്ത ആരാധന നടക്കുമ്പോൾ എന്നെ നടക്കും. അങ്ങനെയുള്ള ആരാധന നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിശാചുക്ക് ഇരിക്കാൻ മുടിയാതെ, പിശാചിന് ആ സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. പിശാചു ഓടുവോ, പിശാച് ആ സ്ഥലം വിട്ട് കടന്നു പോകും. ഒരു മുറ പൗലും ശീലാവയും തൂക്കി ചിറയില പോട്ടാர்கள். ഒരിക്കൽ പൗലോസിനെയും ശീലാസിനെയും എടുത്ത് കാരാഗ്രഹത്തിലിട്ടു. രണ്ട് കൈകളെയും കാലുകളെയും ചങ്ങലയിനാലെ കെട്ടിനാர்கள். രണ്ടുപേരുടെയും കയ്യും കാലും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു. അവർ വിചാരിച്ചു കയ്യും കാലും കെട്ടിപ്പോട്ട ഇവങ്ങളെ വെളിയെ കൊണ്ടുവരാൻ മുടിയാതെന്ന്. അവർ വിചാരിച്ചു കയ്യും കാലും ബന്ധനം ചെയ്തതുകൊണ്ട് അവൻ ഒരിക്കലും ഇവർക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. അവരുടെ വായ ആരും കെട്ടല്ലേ, അവരുടെ വായ ആർക്കും ബന്ധിക്കാൻ പറ്റിയില്ല. സ്തോത്രം എന്ന് ആരംഭിച്ചു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ചില ബന്ധകോസകാരർക്ക്, ഇന്നത്തെ ചില ബന്ധകോസുകാർക്ക്, ചില ക്രിസ്തവർക്ക്, ചില ക്രിസ്ത്യാനികൾക്ക് എല്ലാം കിട്ടുന്ന സ്തോത്രം വരും. എല്ലാം ലഭിച്ചാൽ മാത്രമേ സ്തോത്രം വരത്തുള്ളൂ. ഒന്നും കിട്ടല്ലേനാ സ്തോത്രം വരാതെ. ഒന്ന് ലഭിച്ചില്ലെങ്കിൽ ഒരിക്കൽ സ്തോത്രം വരത്തില്ല. സ്തോത്രം പണി ആരാധിച്ചു പാരുങ്ക. എന്നാൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. സ്തോത്രം പണി ആരാധിക്കും പൊഴുത്, സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ കത്തർ ഇറങ്ങി വരുവാ. അവിടെ സ്വർഗത്തെ ദൈവം ഇറങ്ങി വരും. ശിരച്ചാലിലെ കത്തർ ഇറങ്ങിന ആരാഗ്രഹത്തിൽ ദൈവം ഇറങ്ങി. പൗലും ശീലാവയും കത്തർ വെളിയെ കൊണ്ടുവന്ന. പൗലോസിനും ശീലാസിനും ദൈവം പുറത്തു കൊണ്ടുവന്നു. പരിശുദ്ധാവി ഊറ്റപ്പെട്ട ഉടനെ എന്നാ നടന്നത്? പരിശുദ്ധാത്മാവ് പകർന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ നാവ കത്ത തൊട്ട, അവിടെ നാവനെ ദൈവം തൊട്ടു. அவங்க നാവ തൊട്ട ഉടനെ அவங்க என்ன செய்தார்கள்? അവിടെ നാവനെ തൊട്ടതും ദൈവം എന്താ ചെയ്തത്? അവர்கள் தேவனுடைய மகத்துவத்தை பேச ஆரம்பித்தார்கள். ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചു. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിനാர்கள். ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവനെ തുതിക്കാൻ തുടങ്ങിനാர்கள். സ്തുതിക്കാൻ തുടങ്ങി. எங்க துதி இருக்கிறதோ, எங்க ஆராதனை இருக்கிறதோ, அங்க தெய்வம் இறங்கி வருவார். ஏனென்றால் ஆராதனையில பிரியப்படுகிறவர் நாம் ஆராதிக்கிற ദൈവമായിരിക്കും. എവിടെയാണ് സ്തുതി ഉള്ളത്, എവിടെയാണ് ആരാധന ഉള്ളത്, അവിടെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. കാരണം നാം സേവിക്കുന്ന ദൈവം ആരാധന പ്രിയനാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരിക തന്നെ ചെയ്യും. കരങ്ങളെ തട്ടി ഇതുവരെ ആരാധിക്ക முடியாமல் பரிசுத்தாவியை பெறாம இருக்கிற யாராவது இருந்தா இன்னைக்கு ராத்திரி அபிஷேகத்தாலே கர்த்தர் உங்களை நிரப்புவாராக. ஆராதிக்க முடியாதபடி இருக்கிற கட்டுகளை கர்த்தர் பைத்து போடுவாராக.
ഇതുവരെയും നിങ്ങൾ ആത്മാവിൽ ആരാധിക്കാത്ത അനുഭവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കുമെങ്കിൽ സ്വർഗത്തെ ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളെ സമ്പൂർണ്ണമായിട്ട് അഴിച്ചു മാറ്റി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമതായി സഭയ്ക്കുള്ള എന്നാ നടക്കുന്നത്? സഭയ്ക്കകത്ത് എന്താ സംഭവിക്കുക? സത്യം പേസുகிறார்கள், സത്യത്തെ സംസാരിക്കുന്നു. അപ്പോസ്തല നടപടികളിൽ ചൊല്ലപ്പെട്ടിരിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തികളിൽ ഇപ്രകാരം പറയുന്നു, അവർ അപ്പോസ്തലരുടെ ഉപദേശത്തിലും അവർ അപ്പോസ്തലിക ഉപദേശത്തിലും അന്യോന്യത്തിലും കൂട്ടായ്മയിലും അപ്പം വെക്കുന്നതിലും അപ്പം നുറുക്കിയും അവர்கள் ജപത്തിലും എപ്പടി இருந்தார்களாம்? പ്രാർത്ഥനയും ഉറുതിയായി തരിത്തിരുന്നു. പ്രാർത്ഥനയും കഴിച്ചു പോയിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. அப்படி என்றால் தேவனுடைய சபையில் என்ன இருக்கிறது? സത്യം இருக்கிறது. അപ്പോൾ മൂന്നാമതായിട്ട് ദൈവ സഭയ്ക്കകത്ത് എന്താ ഉള്ളത്? ദൈവ സഭയ്ക്കകത്ത് സത്യമുണ്ട്. ഹല്ലേലൂയ. സത്യത്തെ അറിവീர்கள், സത്യം ഉങ്ങളെ വിടുതലയാക്കും. നിങ്ങൾ സത്യത്തെ അറിയും, സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ തരും. இந்த பெந்தேகோஸ்தே சபைக்குள்ளதா പൂരണ സത്യം ഇരിക്കുന്നത്. കാരണം പെന്തക്കോസ്ത് സഭയ്ക്കകത്താണ് പൂർണ്ണമായ സമ്പൂർണമായ സത്യമുള്ളത്. പരിശുദ്ധാവിയെ ഒരുവൻ പെറ്റാൽ, പരിശുദ്ധാത്മാവിനെ ഒരുവൻ പ്രാപിച്ചാൽ, அந்த പരിശുദ്ധാവിയാനവർ അവനക്ക് முதல்ல போதித்து உணர்த்துவார். കാരണം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ബോധ്യം വരുത്തും. എതെക്കുറിച്ച് போதிப்பார்? എന്തിനെ കുറിച്ച് ബോധ്യം വരുത്തും? പാപത്തെ കുറിച്ച്, പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, നീതിയെ കുറിച്ച്, ഉലകത്തെ കുറിച്ച്, ലോകത്തെ കുറിച്ച്, ഇച്ഛയടക്കത്തെ കുറിച്ച്, മോഹത്തെ കുറിച്ച്, ന്യായ തീർപ്പை കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് കണ്ടിട്ട് ഉണർത്തുവാരാ പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തും. ഇന്നേക്ക് നമ്മ സത്യം പേசுறது கொஞ்சம் നിർത്തിയിട്ടോ. ഇന്ന് പലപ്പോഴും നമ്മൾ സത്യം സംസാരിക്കുന്ന നിർത്തിയിട്ടുണ്ട്. ഏൻ നിർത്തണോ? കാരണം എന്താണ്? സത്യം പേசுന ആള് വരമാട്ടനാണ്. സത്യം സംസാരിച്ചാൽ ആള് വരത്തില്ല. ഹല്ലേലൂയ. നമ്മ கொஞ்சம் காம்ப்ரமைஸ் பண்ணிட்டோம். നമ്മൾ കുറച്ച് ലളിതമാക്കി. ഹല്ലേലൂയ. ഞാൻ ചിന്ന പ്രായത്തില് ഒരു പാസ്റ്റർ സഭയിലെ ഇരുന്നാരുന്നാ കയ്യിലെ കമ്പില്ലാമ ഇരിക്ക മാട്ടാർ. എന്റെ ചെറുപ്രായത്തിൽ ഒരു ശുശ്രൂഷകൻ സഭയിൽ ഇരിക്കുമ്പോൾ കയ്യിൽ കമ്പില്ലാതെ ഒരിക്കലും ഇരിക്കില്ല. அவங்க கர்த்தரோനെ ആശീർവദിപ്പാരെന്ന് ഒരു പ്രസംഗം ഞാൻ ഇതുവരെ കേൾക്കില്ല. ചിന്ന പ്രായത്തിൽ, എന്റെ ചെറുപ്രായത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. 6 വയസ്സിൽ ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോന്ന് നിனைக்கிறேன். എന്റെ വയസ്സാന സന്യാസി പാസ്റ്റർ അവർ ഞാൻ തോളിലെ കയ്യെ പൊട്ടിട്ട് എന്നിടത്തിലെ കേട്ട കേൾവി, എടാ നീ മാനസാന്തരപ്പെട്ടോന്ന് കേട്ടാര്. ആ മനസ്സോത്ത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു സന്യാസി എന്റെ തോളിൽ കൈയിട്ടുണ്ട് ചോദിച്ചു, എടോ നീ മാനസാന്തരപ്പെട്ടോ എന്നാ ചോദിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനം തിരുമ്പുതലിൻ സുവിശേഷം സത്യം എங்கே இருக்கிறதோ அங்கே தேவன் வெளிப்படுவார். എവിടെയാണ് മാനസാന്തരത്തിന് സുവിശേഷമുള്ളത് അവിടെ സ്വർഗ്ഗ ദൈവം പ്രവർത്തിക്കത്തന്നെ ചെയ്യും. സത്യം இருக்கிறனால் என்ன நடக்கிறது தெரியுமா? സത്യമാണ് ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സമുദായത്തിൽ സഹിഷ്ണുതന്മ ഉണ്ടാകുന്നത്, സമൂഹത്തിൽ സഹിഷ്ണുത ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഇന്നേക്ക് സത്യത്തെ കേളുங்கள், സത്യം ഉങ്ങളെ വിടുതലയാക്കും. ഇന്ന് നിങ്ങൾ സത്യത്തെ ശ്രവിക്കുക, സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഹല്ലേലൂയ. വചനം തെളിവാக சொல்லுகிறது. വചനം വളരെ വ്യക്തമായി സംസാരിക്കുന്നു. പിറந்த ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നാൾ മരിച്ചാക வேண்டும். ജനിച്ച ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ദിവസം നിശ്ചയമായും മരിച്ചേ പറ്റത്തുള്ളൂ. മരണത്തിന് പിற்பாடு അവനക്ക് ഒരു ന്യായ തീർപ്പുണ്ട്. മരണത്തിന് ശേഷം അവന് ഒരു ന്യായവിധിയുണ്ട്. அந்த ന്യായ തീർപ്പുക്ക് ഒരുവനെ തപ്പുവിപ്പതുதான் இந்த ഉപദേശമായിരിക്കുന്നത്. ആ ന്യായവിധിയിൽ നിന്ന് ഒരുവനെ രക്ഷപ്പെടുത്തുന്നതാണ് ഇപ്രകാരമുള്ള ഉപദേശം. എങ്ങളുടെ ഉപദേശം എന്ന്, എന്റെ ഉപദേശം എന്താണ്? முதலாவது, ആദ്യം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവെ വിശ്വാസി அப்பொழுது നീ ഉൻ വീട്ടാരും രക്ഷിക്കപ്പെടുവീர்கள். നീ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, അപ്പോൾ നീയും നിന്റെ വീട്ടുകാരും രക്ഷിക്കപ്പെടും. രണ്ടാമത്, നീ മാറുപാടാன സന്തതിയെ വിട്ട് വിലകി പിതാ കുമാരൻ പരിശുദ്ധാവിയ നാമത്തിനാലെ എന്നെ പറയണോ? ജ്ഞാനസ്നാനം പറയണോ? കാരണം രണ്ടാമതായിട്ട് ഇപ്രകാരമുള്ള വേർതിരിക്കപ്പെട്ട കൂട്ടത്തിലേക്ക് ചേർന്ന് നീ യഥാർത്ഥമാണ് മാനസാന്തരപ്പെടണം. അടുത്ത മൂന്നാമത്, നീ പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ வேண்டும். മൂന്നാമത് നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റാൽ പോരാது. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ മാത്രം നീ പരിശുദ്ധാവിൻ കനികളെ കൊടുക്ക வேண்டும். പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നീ പുറപ്പെടുവിക്കണം. കനികൾ കൊടുക്കുന്നതിന് സാക്ഷിയായി മാറ வேண்டும். ഫലം കൊടുക്കുകയും കർത്താവിന് സാക്ഷിയായിരിക്കണം. പരിശുദ്ധാവിൻ ബലൻ എന്ന, കനികൾ എന്ന? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ്? അൻപ്, സ്നേഹം, സന്തോഷം, സമാധാനം, ദയവ്, ദയ, നീടിയ പൊറുമ, സഹിഷ്ണുത, വിശ്വാസം, ശാന്തം, ഇച്ഛയടക്കം. ശാന്തത,
ഇന്ദ്രിയജയം എന്നിവയാണ് നമ്മുടെ ആത്മീയ ഫലങ്ങൾ. ഇതേ കുറിച്ച് தான் சபைக்குள்ள அன்னைக்கு பேசினார். ഇതിനെ കുറിച്ചാണ് സഭയിൽ ആ നാളുകൾ സംസാരിച്ചത്. നിങ്ങൾ നിരുപങ്ങളെല്ലാം എടുത്തു பாருங்க. നിങ്ങൾ ലേഖനങ്ങൾ മൊത്തം വായിച്ചു നോക്കുക. അൻപായി ഇരുங்க. നിങ്ങൾ സ്നേഹത്തോടെ ഇരിക്കുക. സഹിച്ചുകൊള്ളുங்க. നിങ്ങൾ സഹിഷ്ണുത ഉള്ളവരായിരിക്കുക. ഒരുവർ താങ്ങുங்க. പരസ്പരം സഹായിക്കുക. അതല്ല മനസ്താപപ്പെടുங்க. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹൃദയം മാനസാന്തരപ്പെടുക. ഞാനെല്ലാം ചിന്നതിലെ பார்த்திருக்கிறேன். ഞാനെല്ലാം എന്റെ ചെറുപ്രായത്തെ നോക്കിയിട്ടുണ്ട്. രണ്ട് വിശ്വാസി ചണ്ട പോട്ടിട്ട് വന്നാ, ഏതെങ്കിലും രണ്ട് വിശ്വാസികൾ ബഹളം വെച്ചിട്ട് വന്നാൽ പാസ്റ്റർക്ക് തെരിഞ്ഞാ, പാസ്റ്റർക്ക് അറിയാമെങ്കിൽ ആരാധനയെ നിർത്തി വയ്പ്പാര്. ആരാധന അവിടെ നിർത്താറുണ്ട്. രണ്ടുപേരെയും എളുപ്പി വിടുവാര്. രണ്ടുപേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഉங்களுக்குள்ள என்ன பிரச்சனைன்னு கேட்பாரு. നിങ്ങളുടെ അകത്ത് എന്ത് പ്രശ്നമെന്ന് ചോദിക്കും. ഹല്ലേലൂയ സ്തോത്രം. നിന്ന് നെളിവനോ, അവർ നിന്ന് ഞെരുങ്ങാറുണ്ട്. നെളിഞ്ചാലും വിടമാട്ടാര്. ഞെരുങ്ങിയാൽ അവരെ വിടാറില്ല. മன்னிപ്പിക്കാക്ക വയ്പ്പാര്. ക്ഷമ ചോദിക്കാൻ വയ്ക്കും. അല്ലെങ്കിൽ കൈ കൊടുക്ക വയ്പ്പാര്. കൈ കൊടുക്കാൻ വയ്ക്കാറുണ്ട്. അതൊക്കെ പിற்பாடு ഒരു ആരാധന നടക്കും. அந்த ആരാധനയിലെ ദൈവ മഹിമ ഉണ്ടാകും. അതിനുശേഷമാണ് ആത്മാവിൽ ആരാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മഹത്വം ഇറങ്ങി വരും. അപ്പോൾ സമുദായത്തെ തിരുത്തുകിற ഒരു സത്യം എங்கே இருக்கிறது? ദേവ സഭയിൽ இருக்கிறது. അതുകൊണ്ടാണ് സമൂഹത്തെ തിരുത്തുന്നതായ ഒരു മാറ്റമുണ്ടാക്കുന്നതാണ് ദൈവസഭ എന്ന് പറയപ്പെടുന്നത്. വചനത്തെ വചനമായി പേശുகிற കൂട്ടം இந்த பெந்தேகோஸ்தே കൂട്ടം. വചനത്തെ മായമില്ലാതെ, വചനത്തെ കളങ്കം ചേർക്കാതെ പ്രസംഗിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത് സഭ. കളങ്കമില്ലാതെ ജ്ഞാനപ്പാലായിരിക്കുന്ന இந்த വചനത്തിൻ മേലെ വാഞ്ചയായിരുங்கள். മലിനമില്ലാത്ത പാലായിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നമ്മൾ വാഞ്ചയുള്ളവരായിരിക്കണം. இந்த உடன்படிக்கை பற்றியிருக்கிற வசனம் ஓபேதேதோமுடைய வீட்டில் வந்த பொழுது அந்த வீடை கர்த்தர் ஆசீர்வதித்தார். നിയമപ്പെട്ടകമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ വന്നപ്പോൾ അവന്റെ ഭവനം, അവന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നേക്ക് സത്യവചനത്തെ കേൾക്കുന്ന ജനമേ, ഇന്ന് സത്യവചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നീ ഭാഗ്യവാൻ. നീ ഒരു ഭാഗ്യവാനാണ്. ஏனென்றால் வசனம் சொல்கிறது, കാരണം വചനം ഈ പ്രകാരം പറയുന്നു, இந்த வசனத்தை கேட்கிறவனும் வாசிக்கிறவனுം കൈക്കൊള്ളുகிறവനും അവൻ ഭാഗ്യവാൻ. ഈ വചനത്തെ വായിക്കുന്നവനും കേൾക്കുന്നവനും ജീവിതത്തിൽ കൈക്കൊള്ളുന്നവനും ഭാഗ്യവാനത്രേ. அப்படி என்றால், അങ്ങനെയെങ്കിൽ സഭയ്ക്കുള്ള என்ன நடக்கிறது? സഭയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നത്? സത്യം இருக்கிறது, സത്യമുണ്ട്, ഉപദേശം இருக்கிறது, ഉപദേശമുണ്ട്. നാലാമതായി இந்த சபைக்குள் என்ன இருக்கிறது? നാലാമതായി സഭയ്ക്കകത്ത് എന്താ ഉള്ളത്? ഹല്ലേലൂയ. ജപിக்கிற സഭയ്ക്കുள், പ്രാർത്ഥിക്കുന്ന സഭയുടെ അകത്ത്, ആരാധിக்கிற സഭയ്ക്കുள், ആരാധിക്കുന്ന സഭയിൽ, സത്യം பேசுகிற സഭയ്ക്കുள், സത്യം സംസാരിക്കുന്ന സഭയിൽ, നാലാമതായി പാതാളത്തിൻ വല്ലமை அதை மேற்கொள்ள முடியாது. പാതാള ശക്തികൾ ഒരിക്കലും സഭയെ ജയിക്കില്ല. കാരണം യേശു சொன்னார், യേശു പറഞ്ഞു, ഞാൻ എൻ സഭയെ കട്ടുവേൻ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള വാസൽ அதை மேற்கொள்ளுவதில்லை. പാതാള ശക്തികൾ അതിനെ ജയിക്കില്ല. அப்படி என்ற ஒரு சபை இருக்கிற இடத்தில், അങ്ങനെയെങ്കിൽ ഒരു സഭ ഇരിക്കുന്ന സ്ഥലത്ത് പാതാള ശക്തികൾ മേற்கொள்ள முடியாது. പാതാള ശക്തികൾ ഒരിക്കലും ജയിക്കില്ല. പാതാളം എന്നാൽ என்ன? പാതാളം എന്ന് പറഞ്ഞാൽ എന്ത്? വേദനയിൻ ഇടം എന്ന് പൊരുൾ. വേദനയുടെ സ്ഥലം എന്നാ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദനയോട് ഒരുവർ ആലയത്തുക്കുള്ള വന്നാ അവர்கள் വിടുതലയോട് പോവാர்கள். വേദനയോട് ഏതെങ്കിലും ഒരു വ്യക്തി ആലയത്തിൽ വരുമ്പോൾ ആ വ്യക്തി സൗഖ്യം പ്രാപിച്ച് വിടുതലയോടെ അത്രേ മടങ്ങി പോകുന്നത്. വചനത്തെ കേൾക്കുന്ന யாராவது, ഈ വചനത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, നിങ്ങൾ വേദനയോട് ഇരുന്നാൽ, നിങ്ങൾ വേദനയോടെ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ വാഴ്വിലെ വേദന ഇരുന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വേദന ഉണ്ടെങ്കിൽ, കൊടിയ വ്യാധി ഇരുന്നാൽ, അവൻ വിട്ടുമാറാത്ത രോഗമുണ്ടെങ്കിൽ, ഭയം ഇരുന്നാൽ, ഭീതി നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ, പാതാള വല്ലமை മേற்கொள்ள முடியாது. പാതാള ശക്തികൾ ഒരിക്കലും നിങ്ങളെ ജയിക്കയില്ല. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന യേശു, ആരാധിക്കുന്ന യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. இந்த சபைக்குள்ளே, ഈ സഭയ്ക്കകത്ത് പാതാളത്തിൻ വല്ലമയെ മേற்கொள்ளுகிற, പാതാളത്തിന്റെ ശക്തിയെ ജയിക്കുന്ന അധികാരം இருக்கிறது. അധികാരമുണ്ട്. അധികാരം എங்கே இருந்து வருகிறது? അധികാരം എവിടെ നിന്നാ വരുന്നത്? യേശുവിനിടത്തിലിருந்து வருகிறது. യേശുവിൽ നിന്ന് കടന്നു വരുന്നു. യേശു சொன்னார், യേശു പറഞ്ഞു, സകല അധികാരം എനിക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ഭൂലോകത്തിലും സ്വർഗത്തിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കൈകളെ വെച്ച് ജപിത്താൽ, അതുകൊണ്ട് നിങ്ങൾ കൈകളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. അത്ഭുതങ്ങൾ നടക്കും. இந்த தேசத்தை கட்டியிருக்கிற, ഈ ദേശത്തെ ബന്ധിച്ചിരിക്കുന്ന, இந்த ജനത്തെ കെട്ടിയിരിக்கிற, ഈ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന പാതാള വല്ലമകളെ, പാതാള ശക്തികളെ അഴിக்கிற ഒരേ ഒരു ശക്തി, നശിപ്പിക്കുന്ന ഒരേ ഒരു ശക്തി സഭയ്ക്ക് இருக்கிறது. ഈ സഭയ്ക്കുണ്ട്. ഇന്നേക്ക് யாராவது വേദനയോട്, ഇന്ന് രാത്രി ഏതെങ്കിലും വ്യക്തികൾ വേദനയോട്, ഹല്ലേലൂയ, കുടിപ്പഴക്കത്തിൽ നിന്ന് വിടുതലയാക முடியாது.
முடியாதபடி, മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ, அடிமைத்தனத்தில் നിന്ന് விடுதலையாக முடியாதபடி, അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ, மரண பயத்தோடு இருந்தால் മരണ ഭീതിയിൽ നിങ്ങൾ ആകണമെങ്കിൽ இன்றைக்கு ராத்திரி கர்த்தர் உங்களை தொடுகிறார். ഇന്ന് രാത്രി സ്വർഗ്ഗത്തിൽ ദൈവം നിങ്ങളെ സ്പർശിക്കുന്നു. ஏனென்றால் കാരണം அந்த வேதனையை நீக்கிற வல்லமை இயேசுவின் வல்லமையாயிருக்கிறது. കാരണം ആ വേദനയെ മാറ്റുന്ന ശക്തി യേശുവിനുണ്ട്. ஹல்லேலூயா. ഹല്ലേലൂയ. இதுக்குள்ள வந்தவர்கள் வெறுமையாய் போக மாட்டார்கள். ഇതിനകത്ത് വന്നിട്ടുള്ളവർ ശൂന്യമായി ഒരിക്കലും മടങ്ങിപ്പോകില്ല. ஹல்லேலூயா. ഹല്ലേലൂയ. இந்த சபையில நடந்த அற்புத அடையாளங்கள் ഈ സഭയ്ക്കകത്ത് നടന്ന അത്ഭുത അടയാളങ്ങൾ எல்லாரும் அங்கீகரிச்சா എല്ലാരും അംഗീകരിച്ചെങ്കിൽ இன்னைக்கு இதுக்குள்ள நிறைய ஆள் இருந்திருக்கும். ഇതിനകത്ത് നിറച്ച ആളുകൾ ഉണ്ടായിരിക്കും. ஹல்லேலூயா. எந்த மனுஷனை விடுதலையாக்குற வல்லமை ഏത് വ്യക്തിയെയും இயேசுவின் அதிகாரத்தில் இருக்கிறது. ഏത് വ്യക്തിയും സൗഖ്യമാക്കുന്ന വിടുതൽ നൽകുന്ന ശക്തി യേശുവിലുണ്ട്. பிசாசை பார்த்து பயப்படுறீங்களா? പിശാചിനെ നോക്കി നിങ്ങൾ ഭയപ്പെടുന്നു? அல்லது வியாதியை கண்டு பயப்படுறீங்களா? ഏതെങ്കിലും രോഗത്തെ കണ്ട് ഭയപ്പെടുന്നു? மரணத்தை கண்டு பயப்படுறீங்களா? மரணத்தை கண்டு பயப்படுறீங்களா? മരണശക്തികളെ കണ്ട് മരണത്തെ കണ്ട് ഭയപ്പെടുന്നു? நீங்கள் பயப்பட வேண்டாம். നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. பாதாளத்திலே போய் வசனம் சொல்லுகிறது, அவர் வரங்களை கொண்டு வந்தார். കാരണം ദൈവവചനം പറയുന്നു അവൻ പാതാളത്തിറങ്ങി ശക്തികളെ അവൻ വരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. அப்படி என்றால் சபைக்குள்ள என்ன நடக்கிறது? അതുകൊണ്ട് സഭയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നു? வரங்கள் கிரியை செய்கிறது. വരങ്ങൾ പ്രവർത്തിക്കുന്നു. ஹல்லேலூயா. கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்தலாமே. കരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. என்னெல்லாம் வரம் இருக்கிறது? എന്തെല്ലാം വരങ്ങളാണുള്ളത്? இன்னைக்கு நமக்கு தெரிஞ்ச ஒற்ற ஒரு வரம் தீர்க்க தரிசன வரம். നമുക്കറിയാവുന്ന ഒറ്റ വരം മാത്രമേ ഉള്ളൂ, അത് പ്രവചന ശുശ്രൂഷ വരം. ஹல்லேலூயா. இந்த இடத்துல இருக்கிற எல்லாரும் வரங்களை பெறணும். ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ വരങ്ങളെ നാം പ്രാപിക്കണം. வரங்களை എதுக்கு தந்தார் தெரியுமா? பாதாள வல்லமையை மேற்கொள்ள. ഈ വരങ്ങൾ എന്തിന് ദൈവം തന്നെന്ന് അറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, പാതാള ശക്തികളെ ജയിക്കുന്നവരായി. என்னத்தை இயேசு சொன்னார்? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, நீங்கள் கைகளை வைப்பீர்கள், നിങ്ങൾ കൈകളെ വയ്ക്കുമ്പോൾ வியாதியஸ்தர்கள் சுஸ்தமாவார்கள், രോഗികൾ സൗഖ്യം പ്രാപിക്കും, மരിத்தோர் உயிரோடு எழும்புவார்கள், മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, பிசாசுகள் ஓடும், പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് ജനം വിടുതൽ പ്രാപിക്കും, ദരിദ്രം മാറും, ദാരിദ്ര്യങ്ങൾ മാറും. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. எங்க சபையில ஒரு விசுவாசி வந்தார்கள். ഞങ്ങളുടെ സഭയിൽ ഒരു വിശ്വാസി വന്നു. அவர்கள் எங்களுடைய பக்கத்து சபையில ஒரு மண்டபம் இருக்கிறது. ഞങ്ങളുടെ ഭവനത്തിന്റെ അടുത്ത് ഒരു മണ്ഡപമുണ്ട്. அந்த மண்டபத்திற்கு ஆராதிக்கணும்னு போனவர்கள். ആ മണ്ഡപത്തിൽ ആരാധിക്കാൻ വേണ്ടി പോയവരാണ്. ஹல்லேலூயா. அப்ப எங்க சபையில 12 மணி நேரம் ஜெபம் நடந்து கொண்டிருந்தது. ആ ദിവസം 12 മണിക്കൂർ പ്രാർത്ഥന സഭയിൽ നടക്കുകയായിരുന്നു. அங்க போனவர் இந்த ஜெபம் கேட்டு சபைக்குள்ள வந்தார். അവിടെ പോയ ആളുകൾ സഭയിൽ നടക്കുന്ന പ്രാർത്ഥന കേട്ട് സഭയിലേക്ക് വന്നു. வரும்ப முகத்தை ஒரு டவலால கட்டி வச்சிட்டு வந்தார். അവർ ആലയത്തിലേക്ക് വന്നപ്പോൾ അവരുടെ മുഖത്തെ ഒരു ടവൽ കൊണ്ട് തോർത്തുകൊണ്ട് കെട്ടിയാണ് വന്നത്. ஏன்னா அவருக்குள்ள ஒரு வியாதி. കാരണം ആ വ്യക്തിയുടെ അകത്ത് ഒരു രോഗമുണ്ട്. அவ சொன்னா, ആ സഹോദരി പറഞ്ഞു, எங்க கூட சேரல, லாஸ்ட்ல இருந்தாரு. ഞങ്ങളുടെ കൂടെ ആ പ്രാർത്ഥനയ്ക്ക് ചേർന്നിരുന്നില്ല, ഏറ്റവും പുറകിലാണ്, ഏറ്റവും അവസാനമായിരുന്നത്. முடிஞ்ச பிறகு நான் அவரை கூட்டம் முன்ன வாங்கன்னு പ്രാർത്ഥനാ യോഗം തീർന്ന ശേഷം ഞാൻ വിളിച്ചു, ദയവായി നിങ്ങൾ മുമ്പോട്ട് വരിക. அவரு சொன்ன, பாஸ்டர் நான் வர முடியாது. പാസ്റ്റർ എനിക്ക് വരാൻ പറ്റില്ല. நான் சொன்னேன் வாருங்க அப்படின்னு. ഞാൻ പറഞ്ഞു, സഹോദരി നിങ്ങൾ വരിക. சோத்திரம். தலையில கை வச்சு ஜெபம் பண்ணேன். ഞാൻ ഞങ്ങളുടെ അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. நான் குடிக்கிற அந்த பாட்டில தண்ணி எடுத்தேன். ഞാൻ കുടിക്കുന്ന ബോട്ടിലുള്ള വെള്ളത്തെ എടുത്തു. அதை ஜெபம் பண்ணி கொடுத்துட்டு അത് சொன்னேன், പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, கர்த்தர் உங்களுக்கு விடுதலை தர போறார். കർത്താവ് സൗഖ്യം നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നു. மரித்து போவேன் என்று சொன்னவர், മരിച്ചു പോകുമെന്ന് പറഞ്ഞത്, அவருக்கு இருந்த வியாதி டிபி வியாதி. ആ സഹോദരിക്ക് ഇരുന്നത് TB രോഗം. சகோதரனுக்கு இருந்தது டிபி ആ வியாதி. സഹോദരൻ ഇരുന്നത് TB രോഗമാണ്. வேலை கிடையாது, ജോലിക്ക് പോകാൻ പറ്റത്തില്ല, வீட்டுல நெருக்கடி, சாப்பாட்டுக்கு வழி இல்ல, വീട്ടിൽ ഭയങ്കര ഞെരുക്കമാണ്, ആഹാരത്തിന് പോലും സാഹചര്യമില്ല, கடன் வாங்கின இடத்துல பிரச்சனை, കടം വാങ്ങി അവിടെ ഭയങ്കര പ്രശ്നം. ஹல்லேலூயா. அடுத்த நாள் ஜெபத்துக்கு மனைவியை கூட்டிட்டு வந்தாரு. சாயங்கால ஜெபத்துக்கு അടുത്ത ദിവസത്തെ രാത്രി പ്രാർത്ഥനയ്ക്ക് ഭാര്യയെ കൂടെ അദ്ദേഹം കൊണ്ടുവന്നു. நாங்க சபையா அந்த வீட்டுல போய் ஜெபம் பண்ண ഞങ്ങൾ ஆரம்பிச்சோம். സഭയായിട്ട് ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. அந்த வீட்டுல ஆகாரத்தை கொடுத்தா, ആ വീട്ടിൽ ദൈവം ആഹാരം നൽകി, வியாதியை மாற்றினா, രോഗത്തെ ദൈവം മാറ്റി, மாற்றினா. അവിടുത്തെ സാധ്യത இன்னைக்கு മാറ്റി. இந்த சபைக்கு ஒரு நல்ல വിശ്വാസിയെ കത്ത തന്നാ. ഇന്ന് ഞങ്ങളുടെ സഭയ്ക്ക് നല്ലൊരു വിശ്വാസിയായിട്ട് പൊതുവെ വ്യക്തി കുടുംബത്തെ அப்படி இந்த തന്നിരിക്കുന്നു. சபை இருக்கிற இடத்தில் അങ്ങനെയെങ്കിൽ സഭ ഇരിക്കുന്ന സ്ഥലത്ത് பாதாள வல்லமை மேற்கொள்ள முடியாது. പാതാള ശക്തികൾ ഒരിക്കലും ജയിക്കില്ല. மரணமே உன் கூரங்க, പാതാളത്തിന്റെ ജയമെവിടെ? பாதாளமே உன் ஜெயமெங்க. പാതാളത്തിന്റെ ജയമെവിടെ? பாதாளத்தையும் ஜெயித்தவன் മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. இந்த இடத்துல உலாவிக் ഈ கொண்டிருக்கிறான். സ്ഥലത്ത് വാസം
ചെയ്യുന്നത്? ഓ പരിതാപത്തോടെ ഇരിക്கிறாய் என்றால், ഒരുപക്ഷെ നിങ്ങൾ ദുഃഖത്തോടായിരിക്കുന്നുവെങ്കിൽ, വേദനയോടെ ഇരിക്கிறாய் என்றால், വേദനയോടെ ഇരിക്കുന്നുവെങ്കിൽ, അലറലോടെ ഇരിക്கிறாய் என்றால், അലറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അലകുലലോടെ ഇരിക്கிறாய் என்றால், ദുഃഖത്തോടെ കരഞ്ഞോടിരിക്കുന്നുവെങ്കിൽ, யார் எனக்காய் விடுதலை செய்ய முடியும் என்று கேட்கிறாய் என்றால், ആരാണ് എനിക്ക് വിടുതൽ നൽകാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നുവെങ്കിൽ, மேலே இருக்கிற பாதாள வல்லமையை அழிக்கிற ஒரே ஒரு சக்தி இந்த இடத்துல உண்டென்றால் அது சபையாயிருக்கிறது. നിന്റെ മേലിരിക്കുന്ന പാതാള ശക്തിയെ നശിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. ആ ശക്തിയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ മഹത്വമായിരിക്കുന്നത്. അതാണ് സഭയുടെ മഹത്വമായിരിക്കുന്നത്. രാത്രി കർത്തർ உங்களுக்கு விடுதலை தருவாராக. ഇന്ന് രാത്രി സ്വർഗ്ഗ ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകുമാറാകട്ടെ. കർത്തർ കൃപകളെ തരുവാരാக. ദൈവം നിങ്ങൾക്ക് കൃപകളെ നൽകുമാറാകട്ടെ. അടുത്ത ஐந்தாவது സഭയ്ക്കുള്ള என்ன இருக்கிறது? അഞ്ചാമതായി സഭയ്ക്കകത്ത് എന്താ ഉള്ളത്? முதலாவது பார்த்தோம், ആദ്യമായി ചിന്തിച്ചു, ஜெபிக்கிற மகிமை இருக்கிறது. പ്രാർത്ഥിക്കുന്ന മഹത്വം സഭയ്ക്കകത്ത്. രണ്ടാമത് പരിശുദ്ധാവിൻ വല്ലമയിൻ മഹിമ இருக்கிறது. രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ മഹത്വം സഭയ്ക്കകത്ത്. മൂന്നാമത് സത്യം இருக்கிறது. മൂന്നാമതായി സത്യം സഭയ്ക്കകത്തുണ്ട്. നാലാമത് പാതാള വല്ലമയെ മേற்கொள்ளாத ഒരു അധികാരം இருக்கிறது. പാതാള ശക്തിയെ ജയിക്കുന്ന അധികാരം സഭയ്ക്കുണ്ട്. അഞ്ചാമതായി യേശു ക്രിസ്തുവിന്റെ ശരീരத்துக்கு ഒപ്പനയായി இருக்கிற കർത്തருடைய പന്തി இருக்கிறது. കർത്താവിന്റെ ശരീരത്തിന് സാദൃശ്യമായിരിക്കുന്ന അടയാളമായിരിക്കുന്ന കർത്താവിന്റെ മേശ സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. இன்னைக்கு ചിലവർ കേൾപ്പാങ്ക, ഇന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ஏன் അപ്പം നുറുക്കി ഇവர்கள் ദ്രാക്ഷരസത്തെ കുടിക്ക வேண்டும்? എന്തുകൊണ്ടാണ് അപ്പം നുറുക്കി പാനപാത്രത്തിൽ നിന്ന് പങ്കുകൊള്ളണം? യേശു சொன்னார், യേശു പറഞ്ഞു, ഒരുവൻ എൻ ശരീരത്തിലും എൻ രക്തത്തിലും പങ്കെടുക്കാமல் இருந்தால் അവനുക്കുള്ള என்ன ഇല്ലേ? ജീവനില്ലേ. ഒരു വ്യക്തി എന്റെ മാംസവും രക്തവും ഭക്ഷിച്ചില്ല എങ്കിൽ ആ വ്യക്തിയുടെ അകത്ത് ജീവനില്ല. இந்த அப்பத்திலும் ரசத்திலும் ஒண்ணும் கிடையாது. ഒരു പക്ഷേ ഇതിലുള്ള അപ്പത്തിലും ആ പാനപാത്രത്തിലും ഒന്നുമില്ല. ஆனா அந்த அப்பத்தை கையில எடுக்கும் பொழுது எங்களுடைய கண்களில் வருவது எங்களுக்காக நொறுக்கப்பட்ட ஒரு சரீரம் உண்டு. അവൻ ആ അപ്പത്തെ കയ്യിൽ വാങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു കാരണം ബോധ്യം വരുന്നു, ഞങ്ങൾക്കായി തകർക്കപ്പെട്ട ഒരു യേശുവുണ്ട്. அந்த ரசத்தை கையில எடுக்கும் பொழுது எங்களுக்காய் சிந்தப்பட்ட ஒரு ரத்தம் உண்டு. അവൻ ആ പാനപാത്രത്തിൽ നിന്ന് പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ഒരു കർത്താവുണ്ട്. அந்த சரீரம் என்னெல்லாம் பாடுபட்டது. ആ ശരീരം എന്തൊക്കെ ഉപദ്രവമാ സഹിച്ചത്. ശരീരം മുഴുവനും കായം. ശരീരം മുഴുവനും മുറിവേൽപ്പിച്ചു. തലയിൽ കായം. തലയിൽ മുറിവേൽപ്പിച്ചു. മുതുകിൽ കായം. അദ്ദേഹത്തെ യേശുവിന്റെ മുതുകിൽ മുഴുവനും മുറിവുണ്ടായിരുന്നു. കരങ്ങളിൽ മുറിവാണ്. കാലുകളിൽ കായം. പാദങ്ങളിലും കാലുകളിലും മുറിവുണ്ടായിരുന്നു. കായം. ഹൃദയത്തിലും മുറിവ്. ഇതെല്ലാം എതുക്ക് തരുമാ? ഇതൊക്കെ എന്തിനെന്നറിയാമോ? എനിക്കായി അടിക്കപ്പെട്ട ശരീരം, എനിക്കായി നുറുക്കപ്പെട്ടതാണ് ശരീരം. എന്റെ പാപത്തെ കർത്താവ് ചുമന്നതുകൊണ്ടാണ്. ഇവളവ് വേദനകളെ വാങ്ങിയോ? ഇത്രയും വേദനകളൊക്കെ യേശു സഹിച്ചു. ഇവളവ് പാടുകളെ സഹിച്ചു. കർത്താവ് ഇത്രയും പാടുകളെ സഹിച്ചും എൻ ദേവൻ പ്രതിഫലിപ്പ് ചെയ്യവില്ലേ. എന്റെ കർത്താവ് പകരത്തിന് പകരം ചെയ്തില്ല. അവർ പഴി വാങ്ങവില്ലേ. അവിടെ നിന്ന് ഒരിക്കലും പകരത്തിന് പകരം ചെയ്തില്ല. അവർ നനച്ചിരുന്ന മഹിമയായി ഇറങ്ങി വന്നിരിക്ക മുടിയോ? അവിടെ നിന്ന് വേണമെങ്കിൽ മഹത്വത്തോടെ ഇറങ്ങി വരാമായിരുന്നു. അതേപോലെ തന്നെ അപ്പത്തെ കയ്യില വാങ്ങുമ്പോ, ഈ അപ്പത്തെ കയ്യിൽ വാങ്ങുമ്പോൾ இந்த സഭയില ഉള്ളവർക്ക് എന്നെ നനപ്പ് വരും തരുമാ? ഈ സഭയിൽ ഇരിക്കുന്ന അംഗങ്ങൾക്ക് എന്ത് ചിന്ത വരുമെന്ന് അറിയാമോ? യേശു സഹിച്ചതുപോലെ ഞാനും സഹിക്കണോ? എന്റെ യേശു സഹിച്ചതുപോലെ ഞാനും സഹിക്കണം. എൻ യേശു മന്നിച്ചതുപോലെ ഞാനും മന്നിക്കണോ? എന്റെ യേശു ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കണം. എൻ യേശു പാപം ചെയ്യാത്തതുപോലെ ഞാനും പാപം ചെയ്യാമ ഇരിക്കണം. എന്റെ യേശു പാപം ചെയ്യാത്തതുപോലെ ഞാനും പാപം ചെയ്യാതെ ഇരിക്കണം. ഇന്നൊക്കെ ചിലർ നക്കലായി കേൾപ്പാர்கள். ഞങ്ങളുടെ ചില ആളുകളെങ്കിലും ജോക്കായിട്ട് തമാശയായിട്ട് ചോദിക്കാറുണ്ട്, യേശു പടുമുട്ടാളുണ്ട്, യേശു ഒരു മൂഢനെന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഇവളവ് അടി വാങ്ങിയിട്ടും മുടിയാതവരായി കിടക്കാറുണ്ട്. ഇത്രയും അടി കിട്ടിയിട്ടും കഴിവില്ലാത്തവനെ പോലെ കർത്താവ് ആയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പോറവനും അറവനും തല തുലിക്കിട്ട് ചൊല്ലാൻ, നീർ ജീവനുള്ള ദേവന്റെ കുമാരനായിരുന്ന ക്രിസ്തുവിനെ കീഴെ ഇറങ്ങി. റോഡിൽ പോകുന്ന വഴി പോകുന്നവരൊക്കെ പറഞ്ഞു, യേശുവിനെ നോക്കിക്കൊണ്ട് കളിയാക്കി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എങ്കിൽ താഴെ ഇറങ്ങി വരിക എന്ന് യേശുവിനെ പരിഹസിച്ച് പറഞ്ഞു. അപ്പടി ഇറങ്ങി വന്നിരുന്ന ഇന്നേക്ക് എന്നാ ചൊല്ലിയിരിപ്പനോ? അങ്ങനെ ഇറങ്ങി വന്നു എങ്കിൽ ഇങ്ങനെയുള്ളവർ ഇങ്ങനെ എന്ത് പറയുമെന്ന് അറിയാമോ? യേശു വലി പൊറുക്ക മുടിയാമ ഇറങ്ങി വന്നാണ്. യേശു കർത്താവ് വേദന സഹിക്കാൻ പറ്റാതെ ഇറങ്ങി വന്നു എന്ന് പറയും. ഹല്ലേലൂയ. ദൈവം എന്നാൽ എല്ലാ വലികളെയും ഉൾവാങ്ക വേണ്ടും. ദൈവമെങ്കിൽ സകല വേദനകളെയും
ഏറ്റെടുക്കേണ്ടതാണ്. എല്ലാ പാടുകളെയും ഉൾവാങ്ങ வேண்டும். എല്ലാവിധമായ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കും. നമ്മുടെ രക്ഷിപ്പുക്കാக കടൈസി ചൊട്ട് രക്തം വരെ അവർ ചിന്തിനാർ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും അവിടുന്ന് ചിന്തി. ഒരിക്കൽ വലിയ പണക്കാരൻ, നമ്മുടെ ഇന്ത്യയിലുള്ള പണക്കാരൻ, ഇന്ത്യയിലുള്ള ഒരു വലിയൊരു ധനികനായ വ്യക്തി തന്റെ സ്വന്തം മകനുക്ക് തന്റെ തൊഴിൽ കൊടുപ്പதற்கு, തന്റെ സ്വന്തം മകന് തന്റെ ജോലിയെ തന്റെ തൊഴിലിനെ നൽകുവാൻ വേണ്ടി ഗോവയ്ക്ക് ഒരു ടിക്കറ്റ് മറ്റും എടുത്തു കൊടുത്ത്, ഗോവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് മാത്രം എടുത്തു നൽകി ഒരു ഹോട്ടലിലെ വേലയ്ക്ക് അനുപ്പിവിട്ടാ. ഒരു ഹോട്ടലിൽ ജോലിക്ക് അയച്ചു. സ്വത്രം. അപ്പൊ അവര് കൂടെ ഇരുന്ന മാനേജർ കേട്ടാരാ. അപ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മാനേജർ ചോദിച്ചു, നിങ്ങൾ ഇവളവ് പണക്കാരലാ ഇരിക്കീங்களே, നിങ്ങൾ ഇത്രയും വലിയ ഒരു ധനികനാണല്ലോ, ഉങ്ക പയ്യനെ ഞാൻ ഹോട്ടലിലേക്ക് വേലയ്ക്ക് വിടുறீங்க, നിങ്ങളുടെ മകനെ എന്തിനാ ഹോട്ടലിൽ ജോലിക്ക് വിട്ടത്? അപ്പൊ അവർ சொன்ன ഒരു കാര്യം, ആ പിതാവ് പറഞ്ഞ കാര്യമുണ്ട്, എൻ മകനുക്ക് പാടുന്ന എന്നെ ചെയ്യണം തെരിയണം. എന്റെ മകന് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നന്നായിട്ട് അറിയണം. അവമാനം എന്നാൽ എന്നെ തെരിയണം. നിന്ന എന്നാൽ എന്താണെന്ന് അറിയണം. പരിഹാസം എന്നാൽ എന്നെ തെരിയണം. പരിഹാസം ആണെങ്കിൽ അത് പരിഹാസം എന്നത് എന്തെന്നറിയണം. വലികൾ എന്നാൽ എന്നെ തെരിയണം. വേദന എന്താണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിനാലത്താ അവനെ വിട്ടേ, അതുകൊണ്ടാണ് ഞാൻ അവൻ അയച്ചത്. ഹല്ലേലൂയ. അതേപോലെ അവൻ പാടുകൾ, വേദനകൾ, അവമാനങ്ങൾ, നിന്ദകളെ സഹിக்கிற ഒരു പക്വപ്പെട്ടവനാக അവൻ വந்தான். അവൻ കയ്യിലെ തൊഴിலை കൊടുத்தான். ആ വ്യക്തിയെ വേദനയും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ സഹിച്ച് വന്ന ശേഷമാണ് ആ തൊഴിലിനെ തന്റെ മകനിലേക്ക് കൊടുത്തത്. അതേപോലെ പാടുകളെയും നിന്ദകളെയും അവമാനങ്ങളെയും സഹിக்கிற ഒരു കൃപ இந்த ആലയത്തുകുள்ள இருக்கிறது. ഇതുപോലെയാണ് സകല പാടുകളെയും വേദനകളെയും സകലൊക്കെ സഹിക്കുന്ന ഒരു ക്ഷമ, ഒരു ശക്തി ഇതിനകത്തുണ്ട്. ഇതെല്ലാം സഹിക്ക നമുക്ക് ബലവീനം വരാതെ ബലൻ വരും. നമ്മൾ ഒരിക്കലും ബലഹീനപ്പെട്ടു പോകില്ല, നമുക്ക് ബലമുണ്ടാകും. നമ്മ ബലൻ കുന്തിയവർകളല്ലേ, ബലശാലികളായി കത്തൽ മാറ്റുகிறார். നമ്മൾ ബലഹീനരല്ല, ഈ പ്രയാസത്തിന് മധ്യയും നമ്മൾ ബലമുള്ളവരായി മാറും. ഒരു പന്தை எவ்வளவு தண்ணிக்குள்ள அமைக்க வைத்தாலும் நம்ம வெளியில வர்றதுக்கு முன்னாடி அது வெளியே வருவது போல நம்மை கர்த்தர் உயர்த்துகிறவராய் இருக்கிறார். ഒരു പന്തിനെ എത്ര ശക്തിയോടെ അവൻ വെള്ളത്തിനകത്ത് വെച്ചിരുന്നാലും നമ്മൾ പുറത്തു വരുന്നതിന് മുമ്പ് പന്ത് പുറത്തു വന്നിരിക്കും. അതുപോലെ എത്ര ബലഹീനരാണെങ്കിലും നമ്മൾ പുറത്തു വരിക ചെയ്യും. ഹല്ലേലൂയ. ஏன்னா சிலுவையின் உபதேசம் கெட்டு போகிறவளுக்கு பைத்தியம், நமக்கு அது தேவ பலனாய் இருக்கிறது. കാരണം ദൈവവചനം പറയുന്നു, ക്രൂശീകരിക്കപ്പെട്ട സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ബലമാകുന്നു. நல்ல டாக்டர்ஸ் இப்ப என்ன சொல்றாங்க தெரியுமா? നല്ല ഡോക്ടേഴ്സ് എന്ത് പറയുമെന്ന് അറിയാമോ? ഗർഭിണികളെ பார்த்து ഒരു വാർത്ത சொல்லுவாங்க. ഗർഭിണികളെ നോക്കി പ്രകാരം പറയാറുണ്ട്, உங்களுக்கு சுகப்பிரசவம் நடக்கணும்னா, നിങ്ങൾക്ക് നോർമൽ ഡെലിവറി വേണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സിലുവയെ ധ്യാനിங்கன்னு சொல்றாங்க. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുക എന്ന് പറയാറുണ്ട്. ஏனென்றால் சிலுவையில் அவ்வளவு வலிகளையும் என் தேவன் உள்வாங்கினார். കാരണം യേശു കർത്താവ് ക്രൂശിൽ അത്രയും വേദന അവിടെ നിന്ന് സഹിച്ചു. இன்றைக்கு நீங்கள் அந்த வேதனைகளை உள்வாங்குவதற்கு தான் கர்த்தருடைய பந்தி என்கிற ஒரு பந்தியை கர்த்தர் வைத்திருக்கிறார். നമ്മൾ അത്രയും വേദന സഹിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഒരു കർത്താവിന്റെ മേശ ദൈവം നമുക്ക് സ്ഥാപിച്ചത്. ഇന്നേക്ക് രാത്രി അതിന്റെ മഹത്വത്തെ കർത്തർ തരുവാരാണ്. ഇന്ന് രാത്രി അതിന്റെ മഹത്വത്തെ അറിയുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഇന്നേക്ക് കർത്തരുടെ പന്തിയെ വിട്ട് ആരാவது വിലകി இருந்தால், ഒരുപക്ഷേ നിങ്ങൾ ഏതെങ്കിലും വ്യക്തി കർത്താവിന്റെ മേശയിൽ നിന്ന് മാറിയിരിക്കുന്നുവെങ്കിൽ, ഇന്നേക്ക് നിങ്ങൾ മനസ്സ് വിട്ട് ഒപ്പുറവാകി വന്നാൽ, ഇന്ന് നിങ്ങൾ മനസ്സ് അതിനെ വിട്ട് നിങ്ങൾ ക്രമീകരിച്ച് വന്നാൽ கர்த்தர் உங்களுக்கு விடுதலைகளை தருவார். സ്വർഗ്ഗത്തിൽ ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും. ஆறாவது சபைக்குள்ள என்ன இருக்கிறது? ആറാമതായി സഭയ്ക്കകത്ത് എന്താ ഉള്ളത്? ഹല്ലേലൂയ. സഭയ്ക്ക് ഉലകത്തിற்கு சொல்லுகிற சுவிசேஷம் இருக்கிறது. സഭയ്ക്ക് ലോകത്തോട് പറയേണ്ട സുവിശേഷമുണ്ട്. ഹല്ലേലൂയ. இந்த உலகத்திலேயே சுவிசேஷம் அறிவிக்க வேண்டும் என்று கட்டளை பெற்ற ஒரு மார்க்கம் உண்டென்றால் அது நாம் ஆராதிக்கிற இயேசுவின் மார்க்கமாயிருக்கிறது. കാരണം ഈ ലോകത്തെ സുവിശേഷം അറിയിക്കുവാൻ കൽപ്പന ലഭിച്ച ഒരൊറ്റ മാർഗമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാർഗമാണ്, നമ്മുടെ മാർഗമാണ്. യേശു சொன்னார், യേശു പറഞ്ഞു, നിങ്ങൾ ഉലകമെങ്ങും പോയി സർവ്വ സൃഷ്ടിക്കും സുവിശേഷത്തെ പ്രസംഗിക്കുക. നിങ്ങൾ ലോകമെമ്പാടും ചെന്ന് സകല ജനത്തോടും സുവിശേഷം അറിയിക്കുക. യേശുവിടത്തിൽ ജപിത്ത്, യേശുവിൽ നിന്ന് പ്രാർത്ഥിച്ച്, യേശുവെ ആരാധിച്ച്, യേശുവിനെ ആരാധിച്ച്, പാതാള വല്ലമകളെ മേற்கொண்டு, പാതാള ശക്തികളെ ജയിച്ച്, സത്യത്തെ കേട്ട്, സത്യത്തെ മനസ്സിലാക്കി കർത്തരുടെ പന്തി ആചരിക്കുന്ന ഒരുവരാൽ
കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാൽ സുവിശേഷം അറിവിക്കാமல் இருக்க முடியாது. സുവിശേഷം പറയാതെ പ്രസംഗിക്കാതെ ഇരിക്കാൻ പറ്റില്ല. യേശു നല്ലവൻ എന്ന് சொல்ல முடியாமல் இருக்க முடியாது. യേശു നല്ലവൻ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. യേശു എന്നെ രക്ഷിത്താർ എന്ന് சொல்ல முடியாமல் இருக்க முடியாது. യേശു കർത്താവിനെ രക്ഷിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. യേശു എന്നെ ആശീർവദിത്താർ എന്ന് சொல்ல முடியாமல் இருக்க முடியாது. യേശു അനുഗ്രഹിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം യേശുവിനാൽ சொல்ல வேண்டிய സുവിശേഷങ്ങൾ நிறைய ഉണ്ട്. കാരണം സഭയ്ക്ക് യേശുവിനെ കുറിച്ച് പറയേണ്ട സുവിശേഷം ധാരാളമുണ്ട്. ഞാൻ അടിക്കടി ഊഴിയർ കൂടുകകളിലെ പേശുവേൻ വിധമായി. ഞാൻ അടിക്കടി വേലക്കാരുടെ യോഗത്തിൽ ശുശ്രൂഷകന്മാരുടെ യോഗത്തിൽ ഇപ്രകാരം സംസാരിക്കാറുണ്ട്. ചിലരുടെ കൂടുകകളിലെ താൻ അത്ഭുതം നടന്നതെന്ന് വിളംബരങ്ങൾ വരും. ചിലരുടെ കൂട്ടായ്മയിലാണ് അത്ഭുതം നടന്നു എന്ന് വിളംബരം ചെയ്യാറുണ്ട്. ഞാൻ ചൊല്ലുവേൻ പാസ്റ്റർകളെ പാർത്ത്, ഞാൻ ശുശ്രൂഷകന്മാരെ നോക്കി ഇപ്രകാരം പറയാറുണ്ട്. ഉങ്ക സഭയിലെ കത്ത ചെയ്ത അത്ഭുതങ്ങളെ എഴുതി വയ്യുങ്ക. നിങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ രേഖപ്പെടുത്തുക. ഉങ്ക സഭയ്ക്കുള്ള കത്ത നല്ലവരായി വെളിപ്പെട്ടதை എഴുതി വയ്യുങ്ക. നിങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവം നല്ലവനായി വെളിപ്പെട്ടതിനെ രേഖപ്പെടുത്തുക. മാസத்துக்கு ഒരു തവണ സഭയിലെ സാക്ഷി ചൊല്ലുങ്ക. അത് മാസത്തിൽ ഒരു പ്രാവശ്യം സഭയിൽ അത് പറയിക്കാം. കാരണം അങ്ക ഗുണമാനത് ചിലവേള ചില കാച്ചലുകളായിരിക്കും. ഒരു പക്ഷേ അവിടെ സൗഖ്യമായത് ചില വെറും പനികളായിരിക്കാം. ആനാ ഡോക്ടറുകളാൽ കൈവിടപ്പെട്ടതെല്ലാം സഭയ്ക്കുള്ള വിടുതലകൾ പെട്ടെടുക്കും. എത്രയോ ഡോക്ടേഴ്സ് കൈവിടപ്പെട്ടത് സഭയ്ക്കകത്തുനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എങ്ങൾക്ക് ചൊല്ലുവதற்கൊരു സുവിശേഷമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പറയുവാൻ ഒരു സുവിശേഷമുണ്ട്. இந்த യേശുவை ആരാധിക്കുന്നവർക്ക് ചൊല്ലുവதற்கொരു സുവിശേഷമുണ്ട്. യേശുവിനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് പറയാൻ ഒരു സുവിശേഷമുണ്ട്. இந்த വചനത്തെ കൈക്കൊള്ളുന്നവർക്ക് ചൊല്ലുവதற்கொരു സുവിശേഷം. ഈ വചനത്തെ കൈക്കൊള്ളുന്ന ഓരോ വ്യക്തികൾക്കും പറയുവാൻ ഒരു സുവിശേഷമുണ്ട്. ഇന്നേക്ക് സഭയ്ക്ക് കത്ത സുവിശേഷം തന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് സുവിശേഷം നൽകിയിരിക്കുന്നു. അവസാനമായി സഭയ്ക്ക് என்ன இருக்கிறது? സഭയ്ക്ക് എന്താ ഉള്ളത്? ഒരു മഹിമയും നമ്പിക്കൈ இருக்கிறது. ഒരു മഹത്വമുള്ള പ്രത്യാശയുണ്ട്. ഒരു മഹിമയും നമ്പിക്കൈ இருக்கிறது. ഒരു മഹത്വമുള്ള ഒരു പ്രത്യാശയുണ്ട്. മഹിമയും നമ്പിക്കൈ എന്താണ് ആ മഹത്വമുള്ള പ്രത്യാശ? യേശു പറഞ്ഞു, ഞാൻ ഉങ്ങളെ തിക്കറ്റവർകളായി വിടേ. ഞാൻ ഒരിക്കലും നിങ്ങൾ അനാഥരായി കൈവിടുകയില്ല. ഞാൻ ഉങ്ങളെ കൈവിട മാട്ടേ. ഞാൻ ഒരിക്കലും നിങ്ങൾ അനാഥരായി കൈവിടുകയില്ല. ഞാൻ ഉങ്ങൾക്കായി ഒരു സ്ഥലത്തെ ആയത്തം பண்ண പോകുகிறேன். ഒരു സ്ഥലത്തെ ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. இந்த சபை எடுத்துக்கொள்ளப்படுகிற ஒரு நாள் வர போகிறது. ഈ സഭ എടുക്കപ്പെടുന്ന ഒരു ദിവസം ഇതാ കടന്നു വരുന്നു. இந்த சபை ട്രാൻസ്ഫിഗറേഷൻ ആകുന്ന ഒരു നാൾ വര പോകുகிறது. സഭ മറുരൂപം പ്രാപിക്കുന്ന ഒരു ദിവസം ഇതാ കടന്നു വരുന്നു. യേശു ക്രിസ്തു ശീഘ്രം വരപ്പോകുகிறார். ഇതാ കർത്താവായ യേശു ക്രിസ്തു വേഗം തന്നെ സഭയെ ചേർക്കാൻ വരുന്നു. നമ്മുടെ മണവാട്ടി സഭയെ ചേർത്തുകൊള്ള വരപ്പോകുகிறார். തന്റെ മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ യേശു വേഗം വരുന്നു. இந்த ശരീരത്തിற்கு ഒപ്പമായിരിക്കുന്ന സഭയെ ചേർത്തുകൊള്ള വരപ്പോകുகிறார். തന്റെ ശരീരത്തിന് സമമായിരിക്കുന്ന സഭയെ ചേർക്കുവാൻ യേശു വേഗം വരുന്നു. ஏனென்றால் இந்த சபையை கர்த்தர் பாடுகளுக்கு விட்டு கொடுக்க மாட்டார். കാരണം ദൈവസഭയെ ദൈവം ഒരിക്കലും ഉപദ്രവത്തിന് വിട്ടുകൊടുക്കില്ല. റോമൻ സാമ്രാജ്യത്തിൽ AD 52 മുതൽ AD 52 മുതൽ AD 400 വരെ ഉപദ്രവങ്ങൾ, AD 400 വരെ ധാരാളം ഉപദ്രവം ദൈവസഭയ്ക്ക് വന്നിട്ടുണ്ട്. നീറോ ചക്രവർത്തി മുതൽ ഡൊമീഷ്യൻ രാജാവ് വരെ, ഡൊമിനിഷ്യൻ ചക്രവർത്തി വരെ இந்த சபையை அழித்து போடலாம் என்று சொன்னார்கள். ഈ സഭയെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതിയിട്ടു. இந்த சபையை இழுத்து மூடலாம் என்று சொன்னார்கள். ഈ സഭയെ നശിപ്പിക്കാൻ ഒരുപാട് இந்த പദ്ധതിയിട്ടു. சபைக்கு நம்பிக்கை இல்லை என்று சொன்னார்கள். ഈ സഭയ്ക്ക് പ്രത്യാശയില്ല എന്ന് പറഞ്ഞു. ஆனா கான்ஸ்டான்சியஸ் என்கிற ஒரு ராஜா வந்த உடனே, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു രാജാവ് വന്നപ്പോൾ கர்த்தர் அவனிடத்தில் வெளிப்பட்டார். ദൈവം അവനെ വെളിപ്പെട്ടു. அவன் நினைத்தான் അവൻ വിചാരിച്ചു சபையை அழித்து விடலாம் என்று. സഭയെ മൊത്തത്തിൽ നശിപ്പിക്കണമെന്ന്. ஹalleluya. ஆனா கர்த்தர் தென்பட்டார். എന്നാൽ ദൈവം ഇടപെട്ടു. அன்று முதல் அந்த ரோம சாம்ராஜ்யத்தில் റോമൻ സാമ്രാജ്യത്തിൽ சபையானது സഭയായത് அங்கீகரிக்கப்பட்ட ஒரு ஸ்தாபனமாய் மாறினது. രാജയി അംഗീകരിക്കപ്പെട്ട ഒരു സഭയായി മാറി. ஏனென்றால் കാരണം சபைக்கு அழிவு கிடையாது. കാരണം സഭയ്ക്ക് നശീകരണമില്ല. சபையை யாரும் அழிக்க முடியாது. സഭ ആർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. சபைக்கு ஒரு நம்பிக்கை உண்டு. സഭയ്ക്ക് ഒരു പ്രത്യാശയുണ്ട്. சபையை மீட்க வருவார். യേശു സഭയെ വീണ്ടെടുക്കാൻ വേണ്ടി വരുന്നു. அவர் மகிமையாய் வருவார். അവിടെ മഹത്വത്തോടെ കടന്നു വരും. அவர் രഹസ്യമായി வருவார். അവിടെ രഹസ്യമായ വരും. கரை திரை இல்லாத மணவாட்டி சபையை சேர்த்துக்கொள்ள அவர் வருவார். ചുളുക്കം മാലിന്യം എന്നിവ കറയില്ലാത്ത സഭയെ ചേർക്കുവാൻ യേശു വേഗം വരുന്നു. ഹല്ലേലൂയ.
இதே ரோம பாரம்பரிய சபைகள், இதே ரோமன் பாரம்பரியத்துள்ள சபைகள் 15ஆம் நூற்றாண்டில் 15ാമത്തെ നൂറ്റാണ്ടിൽ பிரிட்டனில் ഇംഗ്ലണ്ടിൽ இந்த சபையை அழிக்க எத்தனையோ முயற்சி எடுத்தார்கள். ഈ സഭയെ നശിപ്പിക്കാൻ എന്തെല്ലാം എത്രയോ പദ്ധതികൾ ഇട്ടു. பிளட்டி மேரி என்கிற குயின், ബ്ലഡി രക്തമേരി എന്ന് പറയപ്പെടുന്ന ഒരു രാജ്ഞി, அவள் ஊழியர்களுடைய தலையை கொய்து അനേക ദൈവദാസന്മാരുടെ അഭിഷക്തന്മാരുടെ തലകളെ വെട്ടി பேசினிலே പാത്രങ്ങളിൽ அந்த ரத்தத்தை பிடித்து ആ രക്തത്തെ എടുത്ത് இந்த வேதாகமத்தை தோய்த்து ആ ബൈബിളിനെ എടുത്ത് அதை വെയിലിലെ போட்டு காய போடுவாளாம். ആ രക്തത്തിന്റെ അകത്ത് ബൈബിളിനെ ഇട്ട് വെയിലിൽ അത് ഉണങ്ങാനിടും. இந்த வேதாகமத்தை தீக்கிரையாக்க நினைத்தாள். ഈ വേദപുസ്തകത്തെ തീക്കിരയാക്കി വിധേയമാക്കി. ஆனால் பரலோகம் சும்மா இருக்கவில்லை. സ്വർഗം ഉണ്ടായിരുന്നില്ല. பிரிட்டன் ராஜ்யத்தை கர்த்தர் அசைத்தார். ദൈവം ഇംഗ്ലണ്ടിനെ ദൈവം തൊട്ടു. அநேக இரத்த சாட்சிகள் மரித்தார்கள். അനേക രക്തസാക്ഷികളായി മാറി. அநேக தீக்கிரையாக்கப்பட்டார்கள். അനേക ദൈവദാസന്മാർ അഗ്നിക്കിരയായി. ஓ எந்த ராணியினுடைய அரண்மனையில் இருந்து, ഏത് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഇരുന്ന് இந்த வேதாகமத்தை அழிக்க வேண்டும் என்று திட்டம் போட்டார்களோ, ഈ വേദപുസ്തകത്തെ നശിപ്പിക്കണമെന്ന പദ്ധതി ഇട്ടു, அதே அரண்மனையை അതേ കൊട്ടാരത്തെ பைபிள் சொசைட்டி விலைக்கு வாங்கினது. ബൈബിൾ സൊസൈറ്റി വിലക്ക് വാങ്ങി. அங்கிருந்து வேதாகமத்தை வெளிப்படுத்தினது. അവിടെ നിന്ന് വേദപുസ്തകം അച്ചിടാൻ തുടങ്ങി. அப்படி என்றால் അങ്ങനെയെങ്കിൽ சபைக்கு ஒரு நம்பிக்கை உண்டு. സഭയ്ക്ക് ഒരു പ്രത്യാശയുണ്ട്. சபையை யாரும் அழிக்க முடியாது. സഭയെ ആർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. மகிமையின் நம்பிக்கை. അത് മഹത്വമുള്ള പ്രത്യാശ. பாதாளத்தின் வல்லமையை மட்டும் ஜெயித்தது கிடையாது. പാതാളത്തിന്റെ ശക്തിയെ ജയിച്ചത് മാത്രമല്ല, அதனுடைய நம்பிக்கையை யாரும் அழிக்க முடியாது. അതിന്റെ പ്രത്യാശ ആർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. அப்படி என்றால் நம்பிக்கையுடைய சிறகுகளே, അതുകൊണ്ട് മഹത്വമുള്ള വ്യക്തികളെ, இன்றைக்கு அரணுக்கு வாருங்கள். ഇന്ന് നിങ്ങൾ அரணுக்கு வாருங்கள். നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മുമ്പാ കടന്നു വരിക. இரட்டிப்பான நன்மைகளை தரப்போகிறார். ദൈവം 2 മടങ്ങായിട്ടുള്ള നന്മകൾ ദൈവം തരാൻ വേണ്ടി எல்லாரும் இருக்கிற இடத்துல எழும்பி நிற்கலாமே. എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്ത് ദയവായി എണീറ്റ് നിൽക്കുക. சபைக்கு ஒரு மகிமை இருக்கிறது. സഭയ്ക്ക് ഒരു മഹത്വമുണ്ട്. அது ஜெபத்தின் மகிமை. അത് പ്രാർത്ഥനയുടെ മഹത്വം. ஓ சபைக்கு ஒரு மகிமை இருக்கிறது. സഭയ്ക്ക് ഒരു മഹത്വമുണ്ട്. அது ஆராதனையின் மகிமை. അത് ആരാധനയുടെ മഹത്വം. சபைக்கு ஒரு மகிமை இருக்கிறது. സഭയ്ക്ക് ഒരു മഹത്വമുണ്ട്. அது சத்தியத்தின் மகிமை. അത് സത്യത്തിന്റെ മഹത്വം. சபைக்கு ஒரு மகிமை இருக்கிறது. സഭയ്ക്ക് ഒരു മഹത്വമുണ്ട്. பாதாள வல்லமையை ஜெயிக்கிற அதிகாரமுள்ள மகிமை. പാതാള ശക്തികളെ ജയിക്കുന്ന മഹത്വം. சபைக்கு ஒரு மகிமை இருக்கிறது. സഭയ്ക്ക് ഒരു മഹത്വമുണ്ട്. அது சுவிசேஷம் அறிவிக்கிற மகிமை. സുവിശേഷത്തെ അറിയിക്കുന്ന മഹത്വം. சபைக்கு ஒரு மகிமை இருக்கிறது. സഭയ്ക്ക് ഒരു മഹത്വമുണ്ട്. அது நம்பிக்கையின் மகிமை. പ്രത്യാശയുടെ മഹത്വം. நம்பிக்கையின் மகிமை. പ്രത്യാശയുടെ മഹത്വം. நான் என் சபையை கட்டுவேன். ഞാൻ എന്റെ സഭയെ പണിയും. ஓ பாதாள வல்லமை மேற்கொள்ளாதே. പാതാള ശക്തികൾ ഒരിക്കലും അതിനെ ജയിക്കില്ല. சபையின் மகிமையை கர்த்தர் வெளிப்படுத்துவாராக. ഈ സഭയുടെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി சபையின் மகிமையை வெளிப்படுத்துவாராக. ദൈവം ഈ സഭയുടെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും അന്യഭാഷകൾ கரங்களை தட்டி, കരങ്ങളെ തട്ടി. எங்க 2-3 பேர் இருக்கிறார்களோ എവിടെയാണോ 2-3 പേരെന്ന് ദൈവത്തെ ആരാധിക്കുന്നത്, அங்கே கர்த்தர் இருக்கிறார். അവിടെ കർത്താവുണ്ട്. அங்கே கர்த்தர் இருக்கிறார். അവിടെ ദൈവമുണ്ട്. அங்கே கர்த்தர் അവിടെ இருக்கிறார். കർത്താവുണ്ട്. பாதாளமே மரணமே உன்னோட ஜெயமே வீடே, குഞ്ഞാട്ടിன் இனம் கொண்டதின் பக்தர்க்கு சங்காரகன் கடந்து போய். பாதாளமே மரணமே நின்னோட ஜெயமே வீடே, குഞ്ഞാட்டின் இனம் கொண்டதின் பக்தர்க்கு சங்காரகன் கடந்து போய். ദൈവത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. பாதாளமே பாதாளமே மரணமே என்னோட ஜெயமே வீடே, உன்னாட்டின் தினம் போதவன் பக்தர்க்கு സംഹാരകൻ കടന്നു പോം. பாதாளமே மரணமே என்னோட ஜெயமே வீடே, உன்னாட்டின் தினம் போதவன் பக்தர்க்கு சம்ஹாரகன் கடந்து போம். ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ.
മഹത്വരാജനായി സേനയിൽ വീരനായി അഭയന്താണ് അവർക്കെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിച്ചില്ല, നദി നിന്നെ കവിഞ്ഞുകില്ല. അഗ്നിയതിൽ നാലാമന്തായി ആഴിമേ നടകൊണ്ടോന. അഗ്നി നിന്നെ ദഹിപ്പിച്ചില്ല, നദി നിന്നെ കവിയുകില്ല. അഗ്നിയതിൽ നാലാമന്തായി ആഴിമേ നടകൊണ്ടോന. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. 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 ഓരവശന്ധരാരികളവൈടാര അർഭാരകളവനന്തരീവനവൈഷാരകളന്തരൂഢമാന. ഓരക്ഷവനന്തരീവനവൈടാരകളവനന്തരീവ. ഞാൻ എന്റെ സഭയെ പണി പാതാള ഗോപുരങ്ങളിൽ ജയിക്കില്ലെന്ന് അരുളിച്ചത് കർത്താവ്. ഓ സഭയുടെ നടുവിലാവുന്നു പ്രിയ ദൈവത്തിന് മഹാസാന്നിധ്യം നമ്മുടെ നടുവിലുള്ളവർക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓരവശന്ധരാരികളവന. നീ ഇവിടെ ആരാധിച്ചാൽ നിന്റെ ഭവനത്ത് നിന്നിൽ വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ. ഓ ശക്തിയോടെ നിങ്ങളിങ്ങനെ ഭർന്നു പോകുന്നത് പോലെ, ഓ ശക്തിയോടെ ദൈവത്തിന്റെ ശക്തി ഓ നിന്റെ കുടുംബത്തിൽ അത് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. സത്യവചനം പ്രസംഗിക്കുന്നവർക്ക് പരിശുദ്ധനാം ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോടെ ഓ റന്തലറിമാനഗലമനന്തലറിമന ഓരക്കാരന്തരഗലമനാദാരീമ ഓരന്തലറിമനവൈനമനന്തലവൈനമനാദാര അഖേരിഗലമനാദാര ഈമനവൗഷവരന്തലര ഈമാനാദ വൈഡാന ഈഗക്ഷത്രവന്തലന ഈഗതവനന്ദ ഈമാനാദ വൈഡാരാദ ഈമാന ഓരക്കവനന്തരഗലമനാദാരീന ശാന്തലീമാനാദ. അല്പസമയം അന്യഭാഷ ദൈവത്തെ സ്തുതിക്കട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു യാതൊരായുധം ഫലിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുന്നു. ഓ രമാശാരകാരകണം സ്വരാധ അധോരകത്തരന്തരവൈരവനവ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ.